Hello everyone, welcome back. We are going to solve JEE Advanced 2024 Paper 2 Chemistry. Question number 1. According to Bohr model, the highest kinetic energy is associated with electron in first orbit of hydrogen atom, first orbit of helium plus, second orbit of helium plus, second orbit of lithium 2 plus. Okay, kinetic energy equation എന്താണ്? Kinetic energy equation 13.6 into z square by n square electron volt. അതാണ് kinetic energy equation. ശരിയല്ലേ? Kinetic energy is proportional to total energy. അല്ലേ? എന്തായിരിക്കും പ്രൊപ്പോർഷണാലിറ്റി എങ്ങനെ ഉണ്ടാവുക? 1:-1 ആണ്. ടോട്ടൽ എനർജി നമ്മൾ -13.6 കൊടുത്തിരുന്നത് ഇതെന്തായിരിക്കും? അതിൻ്റെ ആ സിമ്പിൾ നെഗറ്റീവ് സൈൻ ഒഴിവാക്കിക്കൊണ്ടുള്ള പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്നാണ് അല്ലേ? z സ്ക്വയർ ബൈ n സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1/1 1 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഡിവൈഡ് ബൈ 1 സ്ക്വയർ 1 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ബാക്കി 13.6 കോൺസ്റ്റന്റ് ആണല്ലോ. പിന്നെ ഇതിലാണെങ്കിലോ ഫസ്റ്റ് ഓർബിറ്റ് ഹീലിയം എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവുക? ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹീലിയം എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ബൈ 1 സ്ക്വയർ എന്നായിരിക്കും. അപ്പോൾ 4 × 4 എന്നായിരിക്കും അല്ലേ? ഇവിടെ 4 ടൈംസ് ആയിരിക്കും ഉണ്ടാവുക. 13.6നെ 4 ടൈംസ്. ഇവിടെ എനിക്ക് സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹീലിയം എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്നായിരിക്കും ഉണ്ടാവുക. അത് 1 തന്നെ ആയിരിക്കും സെക്കൻഡ് ഓർബിറ്റ് ഹീലിയം. പിന്നെ സെക്കൻഡ് ഓർബിറ്റ് ലിഥിയം 2+ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓർബിറ്റ് ലിഥിയം 3 സ്ക്വയർ ബൈ 2 സ്ക്വയർ കംസ് 9/4 2.25. ഏറ്റവും വലിയ വാല്യൂ 4 അല്ലേ? ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു JEE മെയിനിന് പോലും പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റ്യൻ. അത്രയും വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ട് ഇടയ്ക്ക്. In a metal deficient oxide sample, MxY2 O4, M and Y are metals. Okay, so metals ആണെങ്കിൽ തന്നെ ഇവർ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും അപ്പോൾ കാണിക്കുക. Then M is present in both +2 and +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, M പ്രോബ്ലി നമ്മുടെ അയൺ ഒക്കെ പോലെ അവൻ M നെ +2 അതേപോലെ തന്നെ എന്തും കാണിക്കുന്നുണ്ട്, +3 കാണിക്കുന്നുണ്ട്. Then Y എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണെന്ന് പറയുന്നുണ്ട്. If the fraction of M2+ ion, അപ്പോൾ 2+ 3+ ഉണ്ട് എമ്മിൻ്റെ കേസിൽ, അതിൽ 2+ൻ്റെ ഫ്രാക്ഷൻ 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എക്സ് എത്രയാണെന്നാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. ഈ എക്സ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ടോട്ടൽ എമ്മിൽ 1/3 ഫ്രാക്ഷൻ ആരായിരിക്കും? 2+ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ടോട്ടൽ ഈ പറയുന്ന എം എന്ന് പറയുന്ന എലമെൻറ്റ് ടോട്ടൽ എത്രയുള്ളത്? എക്സ് ആണുള്ളതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ടോട്ടൽ എക്സിൻ്റെ 1/3 ഫ്രാക്ഷൻ ആരായിരിക്കും? 1/3 എക്സ് ആരായിരിക്കും? നമ്മളുടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് 1/3 ഫ്രാക്ഷൻ അവിടെ പോയി കഴിഞ്ഞാൽ ഇവൻ ആരായിരിക്കും? 2/3 എക്സ് ഫ്രാക്ഷൻ ആരുണ്ടായിരിക്കും? +3 ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്കറിയാം ഇങ്ങനത്തെ ഒരു ഓക്സൈഡ് ഉണ്ടെങ്കിൽ ഇവിടെ പ്രോബ്ലം നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവരെല്ലാവരും കൂടിയ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സം എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ചാപ്റ്റർ ഏതാ? റിഡോക്സ് റിയാക്ഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ എക്സിൽ 2 ടൈപ്പ് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് 2 ഡയറക്റ്റ്ലി ആഡ് ചെയ്യാം. അതായത് +2 കാണിക്കുന്ന +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് പ്ലസിന് 2 എടുക്കാം. 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന 1/3 × എക്സ് ഈ പറയുന്ന എം എന്ന് പറയുന്ന ആളുണ്ട്. പിന്നെ ആരുണ്ട്? ഈ +3 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന 2/3 എക്സ് ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? 2 × ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് വൈ എത്രയാണ്? +3 ആണ്. ദെൻ 4 × ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -2 ആണ്. സോ അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? അവിടെ 0 എന്ത് ചെയ്യും? കിട്ടും എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക. യെസ്, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് സം എത്ര കിട്ടണം? 0 കിട്ടണം. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്കിത് ചെയ്ത് നോക്കാം. യെസ്, ഇറ്റ്സ് ഈക്വൽ ടു ഇത് 2/3 എക്സ് ആണ്. സോ 2/3 എക്സ് പ്ലസ് ഇത് 3 യും പോയി 2x നമുക്ക് 6/3 എക്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് 8/3 എക്സ് ആയിരിക്കും. 8/3 എക്സ് പ്ലസ് ഇത് 6 ആൻഡ് 6 പ്രോബ്ലി എത്രയാടാ? 6 -8 അപ്പോൾ -2 ഇങ്ങോട്ട് പോയി. അപ്പോൾ 8/3 എക്സ് ഈക്വൽ ടു 2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 2 × 3/8 വരും. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3/4 എന്ന് എഴുതാം. 3/4 എന്ന് പറഞ്ഞാൽ 0.75 ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, സിംഗിൾ കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ് ദ മേജർ പ്രൊഡക്റ്റ് Q ഈസ് എന്നാണ്. അപ്പോൾ L ഗ്ലൂക്കോസ്, ഡി ഗ്ലൂക്കോസ് ആണ് നോർമലി നേച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഉണ്ടാവുക. പക്ഷേ L ആണെങ്കിലും ഡി ആണെങ്കിലും എന്തായോട്ടെ HI കൊണ്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? ഗ്ലൂക്കോസ്
അല്ലേ? HIയുമായി റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് N ഹെക്സൈൻ കിട്ടും, നോർമൽ ഹെക്സൈൻ കിട്ടും. കാരണം ഇങ്ങനെ ഹെക്സൈൻ ഉണ്ടാവും, ശരിയല്ലേ? പിന്നെ ഹെക്സൈനെ നമുക്കറിയാം Cr2O3 775 കെൽവിൻ 10 to 20 ATM പ്രഷറിൽ, ഹൈ ടെമ്പറേച്ചർ പ്രഷറിൽ അരോമറ്റൈസേഷൻ നടക്കും. എന്താ നടക്കുക? അരോമാറ്റൈസ്. അപ്പോൾ ബെൻസീൻ ഉണ്ടാകും, അരോമാറ്റിക് ആയിട്ടുള്ള ബെൻസീൻ ഉണ്ടാകും. ഈ ബെൻസീനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ Cl2 എക്സസ് UV ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ആണ്, ഇൻ ആബ്സെൻസ് ഓഫ് ലൈറ്റ് അല്ല. ഇൻ ആബ്സെൻസ് ഓഫ് ലൈറ്റ് AlCl3യുടെ പ്രസൻസോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ കിട്ടുമെന്ന് പറയായിരുന്നു. പക്ഷേ ഇതെന്താണ്? ഇതെന്ത് റിയാക്ഷനാണ്? ഇത് അഡീഷൻ റിയാക്ഷനാണ്. എല്ലാ ഡബിൾ ബോണ്ടും എന്ത് ചെയ്യും? ബ്രേക്ക് ആയിട്ട് ആൻസർ ഓപ്ഷൻ D ആണ് കിട്ടാൻ പോകുന്നത്. ഓപ്ഷൻ D അല്ലേ ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരിക. സാധാരണ നോർമലായിട്ട് ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ ഈ ഫസ്റ്റ് ഭാഗം നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ ബയോമോളിക്യൂളും, ഈ സെക്കൻഡ് ഇവിടെ നിന്നുള്ള റിയാക്ഷൻ നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ ഹൈഡ്രോ കാർബണുമാണ്. ഓക്കെ, റൈറ്റ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലൂടെ നടക്കാം. ദ സ്പീഷീസ് ഫോംഡ് ഓൺ ഫ്ലൂറിനേഷൻ ഓഫ് ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ്, ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ്, ദാറ്റ് മീൻസ് PCl5 ഇൻ എ പോളാർ ഓർഗാനിക് സോൾവെന്റ് ആർ. സോ പോളാർ ആണ് PCl5, നമ്മളൊരു പോളാർ ഓർഗാനിക് സോൾവെന്റിൽ ഇട്ടിട്ട് ഫ്ലൂറിനേറ്റ് ചെയ്യാണ്, ദാറ്റ് മീൻസ് ഫ്ലൂറിൻ ആഡ് ചെയ്യാണ്. ഓക്കെ, സോ നമ്മൾ P ബ്ലോക്കിൽ പ്ലസ് ടു P ബ്ലോക്കിൽ നിങ്ങളുടെ പ്ലസ് ടു P ബ്ലോക്കിൽ കറക്റ്റ് പറയുന്നുണ്ട് PCl5നെ നമ്മൾ പ്രോബബ്ലി PCl5 നിങ്ങൾ പോളാർ ഓർഗാനിക് സോൾവെൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അവൻ എന്തായിട്ട് മാറും? PCl4 പ്ലസും PCl6 മൈനസും ആയിട്ട് മാറും. സോ ഒരു അനയോണിക് കോംപ്ലക്സും ഒരു കാറ്റയോണിക് കോംപ്ലക്സും അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ബട്ട് ഇതിന് നമ്മൾ അഗെയിൻ ഫ്ലൂറിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലൂറിനേറ്റ് ചെയ്യുമ്പോൾ പോസിബിളി PCl6 ഇവൻ ടെട്രാഹൈഡ്രൽ ആണ്, ഇവൻ ഏതാണ്? ഒക്ടാഹൈഡ്രൽ ആണ്. അപ്പോൾ PCl6 അപ്പം എന്തായിട്ട് മാറാം? PF6 മൈനസ് ആയിട്ട് മാറാം. സോ PF6 മൈനസ് ആൻഡ് PCl4 പ്ലസ്, ഇങ്ങനെ ഒരു കോമ്പിനേഷനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. സോ ആ കോമ്പിനേഷൻ ഇവിടെയുണ്ട്. ദെൻ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റിയും കൂടി അവിടെ ഉണ്ടായേക്കാം. ദാറ്റ് മീൻസ് PCl4 പ്ലസ് ആൻഡ് PCl4 F2 മൈനസ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയും കൂടി നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ഇതിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ, സിംഗിൾ കറക്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഈസ് ഓപ്ഷൻ B. ഓക്കെ, ഓപ്ഷൻ B ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റനിലോട്ട് അടക്കാം. Yes, an aqueous solution of hydrazine, that means N2H4 is electrochemically oxidized by O2, therefore releasing chemical energy in the form of electrical energy. Okay, so chemical energy in the form of electrical energy, that means അവിടെ redox reaction നടക്കുന്നു. സോ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ N2H4 ഓക്സിഡൈസ് ചെയ്യുന്നത് O2 ആണ്. സോ അവിടെ ഇലക്ട്രിക്കൽ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. വൺ ഓഫ് ദ പ്രോഡക്റ്റ് ജനറേറ്റഡ് ഫ്രം ദ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ ഈസ് N2. യെസ്, ദിസ് വിൽ ബി N2. O2 പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ H2O ഓർ OH മൈനസ് അവിടെ ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് എൻ്റെ റിയാക്ഷൻ. ഞാൻ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കംസ് 2H2O. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 2H2O. ബട്ട് ഇനി അവർ ഒരുപാട് ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. OH മൈനസ് അയോൺ റിയാക്ട് വിത്ത് N2H4 അറ്റ് ദ ആനോഡ്. ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനുമാണ്. അപ്പോൾ ഞാൻ ഈ എൻ്റെ കംപ്ലീറ്റ് ഫുൾ റിയാക്ഷൻ ഞാൻ എന്ത് ചെയ്യാണ്? ആനോഡ് കാഥോഡ് റിയാക്ഷൻ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണ്. സോ അഗെയിൻ ദിസ് വിൽ ബി നൈട്രജൻ ഇവിടെ -2ലാണ്. സോ ഹൈഡ്രജൻ +1 ഓക്സിജൻ 0ലാണ്, നൈട്രജൻ 0ലാണ്. അപ്പോൾ നൈട്രജൻ ഓക്സിഡേഷൻ ആൻഡ് ഹൈഡ്രജൻ 0 -2 പോകുമ്പോൾ റിഡക്ഷൻ. അപ്പോൾ ആനോഡിൽ ആർക്കാ റിയാക്ഷൻ നടക്കാം? യെസ്, അപ്പോൾ ആനോഡ് റിയാക്ഷൻ നൈട്രജൻ ആണ്. ദിസ് N2H4 ബിക്കംസ് ഈക്വൽ ടു എന്താടാ? N2 ആയിട്ട് മാറും. യെസ്, N2H4 ഇവിടെ -2 0 പോകുമ്പോൾ ആക്ച്വലി 2ൻ്റെ ചേഞ്ച്. പക്ഷേ 2 നൈട്രജൻ ഉള്ളത് 4 ഇലക്ട്രോൺ. ഓക്സിഡേഷൻ ഈസ് ഡ്യൂ ടു ലോസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ 4 ഇലക്ട്രോൺ ഞാൻ ആഡ് ചെയ്തു. ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ബേസിക് മീഡിയത്തിലായിരിക്കും ഹൈഡ്രജൻ ആണ് റിയാക്ഷൻ. അപ്പോൾ 4 OH മൈനസ് ഞാനിവിടെ ആഡ് ചെയ്തു. സോ 4 OH മൈനസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 4 H2O ഇവിടെ കൊടുത്തു. അപ്പോൾ ഞാൻ ഈ റിയാക്ഷൻ ബാലൻസ് ചെയ്തു. സോ ഈ റിയാക്ഷൻ ബാലൻസ് ചെയ്തു. ഇനി നമുക്ക് കാഥോഡ് റിയാക്ഷൻ കൂടി ബാലൻസ് ചെയ്യാം. സോ കാഥോഡിൽ ആക്ച്വലി നടക്കുന്നത് ഓക്സിജൻ ബിക്കംസ് H2O എന്ന് ഡയറക്റ്റ്ലി എഴുതരുത്. നമ്മൾ ഇലക്ട്രോകെമിസ്ട്രിയിൽ പഠിക്കാറുണ്ട് എന്തായിട്ട് എഴുതേണ്ടത്? നിങ്ങൾ OH മൈനസ് ആയിട്ട് എഴുതണം. പക്ഷേ ഇവിടെ 4 OH മൈനസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ 4 OH മൈനസ് എഴുതി. ഇനി
ഓക്സിജൻ 0 നിന്ന് -2 ആണ്, പക്ഷേ 2 ഓക്സിജൻ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ ഇവിടെ പ്രോബ്ലി 4 ഇലക്ട്രോൺ ഉണ്ടാവും. ഇലക്ട്രോണിനെ ബാലൻസ് ചെയ്യാൻ 4 OH- ഞാൻ അവിടെ ആഡ് ചെയ്ത്. ഇനി നമുക്ക് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ H2 കൊണ്ടുവരാം. സോ ഞാനിവിടെ 2 H2 കൊടുത്തിട്ടു. യെസ്, ഇത് രണ്ടും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം N2H4 O2, 4 OH- ഇവിടെയും ക്യാൻസൽ ആയിപ്പോയി, 4 ഇലക്ട്രോൺ ഇവിടെയും ക്യാൻസൽ ആയിപ്പോയി, 2 H2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 2 H2. യെസ്, നമുക്ക് ഈ 2 റിയാക്ഷനോട് കൂട്ടിക്കഴിഞ്ഞാൽ എഗെയിൻ ഈ റിയാക്ഷൻ കിട്ടും. ഇനി നമുക്ക് ഓപ്ഷനിലോട്ട് വായിച്ചു നോക്കാം. OH- ion react with N2H4, കറക്റ്റ് ആണ്. അറ്റ് ദ ആനോഡ്, യെസ് കറക്റ്റ് ആണ്. ടു ഫോം N2 ആൻഡ് വാട്ടർ, യെസ് കറക്റ്റ് ആണ്. റിലീസിങ് 4 ഇലക്ട്രോൺ ടു ദ ആനോഡ്, യെസ് കറക്റ്റ് ആണ്. 4 ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇത് വളരെ കറക്റ്റ് ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ദെൻ ഇനി ഓപ്ഷൻ ബി നമുക്ക് വായിച്ചു നോക്കാം. അറ്റ് ദ കാഥോഡ് N2H4 ബ്രേക്ക് ടു N2. സോ ഇല്ല, ഇവിടെ തന്നെ തെറ്റി. ഇത് കാഥോഡിലല്ല, ഇത് ആനോഡിലാണ് നടക്കുക. ദാറ്റ് മീൻസ് ഇനി നിങ്ങൾ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി തെറ്റി. ഇനി അറ്റ് ദ കാഥോഡ് മോളിക്കുലർ ഓക്സിജൻ ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു OH-. കറക്റ്റ് ആണ്. മോളിക്കുലർ ഓക്സിജൻ OH- ആയിട്ട് കാഥോഡിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആർ മേജർ ബൈ പ്രൊഡക്റ്റ് ഓഫ് ദ ഇലക്ട്രോകെമിക്കൽ പ്രോസസ്. അല്ല, ഇലക്ട്രോകെമിക്കൽ പ്രോസസ്സിൽ ഇവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു ഓക്സൈഡും കിട്ടുന്നില്ല. ദാറ്റ് മീൻസ് ഇത് പ്രോബ്ലി റോങ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ സി. So option A and option C is the correct answer. Okay. Then question number 6 വന്നാൽ the options correct sequence of reagents അല്ലേ, ഇതിൽ more than one answer question ആണ് P to Q. അപ്പോൾ ഇതിനകത്ത് റിയാക്ഷൻസ് നോക്കിയാൽ വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ലിൻലാർ കാറ്റലിസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം എന്തിനാണ് ലിൻലാർ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ ട്രിപ്പിൾ ബോണ്ടിനെ എന്ത് ചെയ്യും, ഡബിൾ ബോണ്ട് ആക്കി മാറ്റും. സിസ് ഡബിൾ ബോണ്ട് ആയിട്ടാണ് മാറ്റുക. ഇതാണെങ്കിൽ സിസ് ആണ്, സംശയമില്ല. കാരണം ഇത് ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് H ആയിരിക്കും സിസ്. ഈ ഭാഗം H ഇങ്ങോട്ട് രണ്ട് ഭാഗവും സിസ് ആണ്. അപ്പോൾ ലിൻലാർ കാറ്റലിസ്റ്റ് ഇവിടെ വരാവുന്നതാണ്. പിന്നെ COOET ഉണ്ട്, അത് COOH ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഇവിടെ എസ്റ്റർ ഗ്രൂപ്പ് ഉണ്ട്. എസ്റ്ററിനെ എന്ത് ചെയ്തിട്ടുണ്ട്, OH അല്ലെ ഹൈഡ്രോളിസ് നടത്തിയിട്ടുണ്ട്. പിന്നെ C ഡബിൾ ബോണ്ട് O ഉണ്ട്. C ഡബിൾ ബോണ്ടിനെ അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് പിന്നെ സെക്കൻഡറി ആൽക്കഹോൾ ആക്കിയിട്ടുണ്ട്. പിന്നെ CN-നെ CHO ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ C എന്ന് പറഞ്ഞാൽ അതിനെ CHO ഗ്രൂപ്പ് ആക്കി മാറ്റാൻ നമുക്ക് പറ്റും. സ്റ്റെഫാൻ റിയാക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. ഇതിൽ ഒന്നിൽ കൂടുതൽ ആൻസർ ഉള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഒന്ന് ലിൻലാർ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ എന്താകും, ഇത് ഇങ്ങനെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് മാറും അല്ലേ. അപ്പോൾ കോമ്പൗണ്ട് ഫസ്റ്റ് ലിൻലാർ കാറ്റലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആണല്ലോ. ട്രിപ്പിൾ ബോണ്ട് COET അല്ലേ, അത് ഡബിൾ ബോണ്ടായി മാറാണ് ചെയ്യുക. ഫസ്റ്റത്തെ കേസിൽ എന്താകും, ഇത് ഇങ്ങനെ ഡബിൾ ബോണ്ടായി മാറും. ഇപ്പുറത്ത് ഇതേപോലെ ഡബിൾ ബോണ്ടായിട്ട് ഇവിടെ COOET തന്നെയാണ്. COOET ഇവിടെ OH ഉണ്ട്. ഇപ്പുറത്ത് യെസ് ഇവിടെ OCOCH3 ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഡബിൾ ബോണ്ട് O ഉണ്ട്. ഇതാണ് ഫസ്റ്റ്. നമുക്കിത് ലിൻലാർ കാറ്റലിസ്റ്റ് മാത്രം ഉപയോഗിച്ചാൽ കിട്ടുക. അടുത്തത് നമുക്ക് പിന്നെ ലിൻലാർ കാറ്റലിസ്റ്റ് H2 റിഡക്ഷൻ അല്ലേ. പിന്നെ SnCl2HCl. അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ ഉള്ളത് ഇവിടെ CN ആണ് അതല്ലേ, CN. ആ CN എന്തായിട്ട് മാറും നിങ്ങൾക്കറിയാം, CH എന്തായിട്ട് മാറുന്നത്, CH ഡബിൾ ബോണ്ട് NH ആയിട്ട് മാറും അല്ലെ, ഇമീനായിട്ട് മാറും, ഇമീൻ. ഓക്കെ, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് H3O വരുമ്പോൾ H3O+ വരുമ്പോൾ എന്താവും, ഇതെന്താവും CHO ആയിട്ട് അല്ലേ റിയാക്ഷൻ, സ്റ്റെഫാൻ റിയാക്ഷൻ ആയിട്ട് മാറുകയാണ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വേറെ മാറ്റമൊന്നുമില്ല. പിന്നെ അടുത്തത് സോഡിയം ബോറോഹൈഡ്രേറ്റ്. സോഡിയം ബോറോഹൈഡ്രേറ്റ് എന്താ സംഭവിക്കുക, സോഡിയം ബോറോഹൈഡ്രേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് OH ആയിട്ട് മാറും. ഓക്കെ, ഞാൻ ഓരോ മാറ്റം പറയാം കേട്ടോ.
പിന്നെ അടുത്തതിൽ നമുക്ക് H3O+ ആണ്. H3O+ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗം ഇതാ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CHO ആക്കിയിട്ട് മാറ്റാം. CHO ആയിട്ട് മാറും. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അല്ലേ, ഈ ഭാഗം ഹൈഡ്രോളിസിസ് നടക്കും, അവിടെ OH ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ 1 കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. ഓപ്ഷൻ 1 കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. ഓക്കെ, ഇനി ഓപ്ഷൻ 2ലേക്ക് പോകാം നമുക്ക്. ഓപ്ഷൻ 2ലേക്ക് പോകുമ്പോൾ ഞാൻ ബാക്കി ഇത് നേരത്തെ പോലെ തന്നെ മാറ്റുകയാണ്. ഇവിടെ COOET ഉണ്ടായിരുന്നു, ഇവിടെ CN ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ H3O+ വരുമ്പോൾ COOET ഇവിടെ എന്ത് ചെയ്യും, CHO ആവും കേട്ടോ, COH ആകും അല്ലേ. ഈ രണ്ട് സൈഡിലുണ്ടല്ലോ എസ്റ്റർ, ഈ ഭാഗത്ത് ഈ ഭാഗത്ത് എസ്റ്റർ ഉണ്ട്, ഈ ഭാഗത്ത് എസ്റ്റർ ഉണ്ട്, രണ്ടും എന്താവും അതിൻ്റെ കറസ്പോണ്ടിങ് COHും അല്ലേ. ഇപ്പുറത്ത് ഈ ഓക്സിജൻ ആണുള്ളത്, അതുകൊണ്ട് OH ആണ് വരിക. ഓക്കെ, പിന്നെ ഇവിടെ എന്തുണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് O ഉണ്ട്, ഇവിടെ COCH3 ഉണ്ട്. അപ്പോൾ ആദ്യം ലിനിയർ കാറ്റലിസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് നമുക്ക് ഇങ്ങനെ എന്ത് കിട്ടി, നമുക്ക് ആൽക്കീൻ കിട്ടി, സിസ് ആൽക്കീൻ കിട്ടി. പിന്നെ അടുത്തത് H3O ആണ്. H3O ആകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നതാണ്, H3 ആകുമ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഇവിടെ OH ആയിട്ട് മാറും, OH ആയിട്ട് മാറും. പിന്നെ ഇവിടെ COOET എന്നാൽ എന്താകും, ഇവിടെ COOH ആയിട്ട് മാറും അല്ലേ. ഇവിടെ COOH ആയിട്ട് മാറും. ഓക്കെ, വേറെ എന്താ മാറ്റം ഉണ്ടോ? വേറെ മാറ്റില്ല. പിന്നെ SN⁻HCl ആണ്. SN⁻HCl ആകുമ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഇവിടെ CH ഡബിൾ ബോൺ NH ആയിട്ട് മാറും. ഓക്കെ, പിന്നെ സോഡിയം ബോറോഹൈഡ് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ സെക്കൻഡറി ആൽക്കഹോൾ ആവും. പക്ഷേ ഈ കോമ്പൗണ്ട് അല്ലല്ലോ ഇത്, ഇവിടെ എന്തായിട്ടില്ല, ഇവിടെ CH ഡബിൾ ബോൺ NHനെയാണ് അവിടെ എന്ത് ചെയ്തിട്ടില്ല, അവിടെ CHOയിലേക്ക് ആൽഡിഹൈഡിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇത് ഈ ആൻസർ തെറ്റാണ്, സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. ഇനി മൂന്നാമത്തിലേക്ക് വന്നാൽ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ വീണ്ടും ഇതൊക്കെ മാറ്റുകയാണ്. ഇവിടെ ഡബിൾ ബോണ്ട് ഓക്സിജൻ ഉണ്ട്, ഇവിടെ COOET ഉണ്ട്, ഇവിടെ CN ഉണ്ട്, ഇവിടെ OCOCH3 ഉണ്ട്. നോക്കാം. ആദ്യം സോഡിയം ബോറോഹൈഡ്രേറ്റ്. സോഡിയം ബോറോഹൈഡ്രേറ്റ് നമുക്കറിയാം, സോഡിയം ഇവിടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, OH ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്തില്ല, എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യാൻ സോഡിയം ബോറോഹൈഡിന് പറ്റില്ല. ലിഥിയം അലൂമിനിയം ഹൈഡ് ആണെങ്കിൽ പറ്റുമായിരുന്നു, പക്ഷെ ഇവിടെ ലിഥിയം അലൂമിനിയം ഹൈഡല്ലല്ലോ. അപ്പോൾ അവിടെ ഇത് മാത്രമേ നടക്കുള്ളൂ, ഈ കേസ് മാത്രം. അടുത്തത് SN⁻HCl. അപ്പോൾ അതെന്താകും, അതിവിടെ CH ഡബിൾ ബോൺ NH ആയിട്ട് മാറി. ഓക്കെ, അടുത്തതിൽ ലിനിയർ കാറ്റലിസ്റ്റ്. ഓക്കെ, അപ്പോഴാണ് ലിനിയർ കാറ്റലിസ്റ്റിൻ്റെ ഈ ഭാഗം വരുന്നത് കേട്ടോ. ഓക്കെ, അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ അല്ല, അതിന് മുമ്പ് എന്തുണ്ട്, H3O+ ഉണ്ട്. H3O+ ആകുമ്പോൾ ഇത് മാറി അല്ലേ, ഇത് മാറി. ഇവിടെ എന്തായി, ഇവിടെ COOH ആയി, ഇവിടെ OH ആയി. ഓക്കെ, പിന്നെ ലിനിയർ കാറ്റലിസ്റ്റ്. അപ്പോൾ അത് ഓക്കെയാണ്, കുഴപ്പമില്ല, അത് ഓക്കെയാണ്. അടുത്തത് ലിനിയർ കാറ്റലിസ്റ്റ് ആദ്യം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് മാറ്റാം, ഡബിൾ ബോണ്ട് O, ഇവിടെ C ഡബിൾ ബോണ്ട് O CH3, പിന്നെ ഇവിടെ CH എന്നുള്ളത് ഇവിടെ CN. ഓക്കെ, റൈറ്റ്. ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ്, ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടെ ലിനിയർ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ഓക്കെ, ഇങ്ങനെ ആയി. പിന്നെ സോഡിയം ബോറോഹൈഡ്രേറ്റ് ഉപയോഗിക്കുന്നു, അപ്പോൾ ഇത് OH ആയിട്ട് മാറുന്നു. പിന്നെ SN⁻HCl ഉപയോഗിക്കുന്നു, H3O+. അപ്പോൾ SN⁻HCl ഉപയോഗിക്കുന്നു, പിന്നെ H3O+ വരുമ്പോൾ ഇവിടെ CHO ആയി. ഈ ഭാഗത്ത് എന്താകും, ഇവിടെ COOET ഉണ്ടായിരുന്നത്, അതെന്താകും, ഇവിടെ COOHലേക്ക് അത് മാറുന്നു. ഇവിടെ ഇതിലേക്കും OHലേക്കും മാറുന്നു. അപ്പോൾ അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്, കറക്റ്റായ റിയേഷനാണ്. അപ്പോൾ ആൻസർ A പറ്റും, C പറ്റും, D പറ്റും, ACD. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് കടക്കാം. യെസ്,
ദ കോമ്പൗണ്ട് ഹാവിങ് പെറോക്സൈഡ് ലിങ്കേജസ്. യെസ് നമ്മൾ അഗെയിൻ പി ബ്ലോക്കിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. പി ബ്ലോക്കിൽ നമ്മൾ ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലേ. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് അതുപോലെ തന്നെ അല്ലേ ഒലിയം ഇങ്ങനത്തെ എക്സാമ്പിളൊക്കെ പഠിക്കുന്നത്. സോ എനിവേ അപ്പോൾ ഈ എക്സാമ്പിൾസിൽ നമുക്ക് ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഇത് രണ്ട് രീതിയിൽ, ഒന്നെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ പി ബ്ലോക്കിലെ പോലെ പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിഡോക്സ് റിയാക്ഷൻ വഴി ഒരു ട്രിക്ക് ഉണ്ട്. സൾഫർ ഇവിടെ മാക്സിമം +6 കാണിക്കാം, സൾഫർ മാക്സിമം +6 കാണിക്കുള്ളൂ. അപ്പോൾ ഇവിടെ +6ൻ്റെ മേലെ കാണിക്കുന്ന ഏതൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിഡോക്സിൽ ഇതാ ഈ H2SO8 H2SO5 ഒക്കെ നമ്മൾ റിഡോക്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. ഇപ്പോൾ നോക്ക് H2SO8ൻ്റെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജൻ 16, അപ്പോൾ -16 ആകുമ്പോൾ +6, ദെൻ 2 ഹൈഡ്രജൻ, അപ്പോൾ എത്ര വന്നടാ 14/2 എന്ന് പറഞ്ഞാൽ 7 വരും. അപ്പോൾ ഇത് +7 വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്തായാലും പെറോക്സൈഡ് ലിങ്കേജ് ഉണ്ടാവും. സോ ആ കോമ്പൗണ്ടിൽ പെറോക്സൈഡ് ലിങ്കേജ് ഇല്ലാതെ ഒരിക്കലും സൾഫറിൻ്റെ ഓക്സിഡേഷൻ +6 കുറയൂല. അപ്പോൾ സൾഫർ ഇവിടെ +7 ഒരിക്കലും കാണിക്കൂല. അപ്പോൾ +6 കുറയണമെങ്കിൽ അവിടെ പെറോക്സൈഡ് വേണം. ദെൻ നമ്മൾ H2SO7 നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജൻ അഗെയിൻ 7 × 2 14, 14 - 2 ഹൈഡ്രജൻ, ഇത് 12 ആണ്, 12/2 6ആണ്. അപ്പോൾ ഇത് പോസിബിളി ഫോം ചെയ്യും, ഇങ്ങനൊരു കോമ്പൗണ്ടിൽ ഫോം ചെയ്യും. ബട്ട് അവിടെ എന്തുണ്ടാവില്ല, അപ്പോൾ പെറോക്സൈഡ് ഇല്ലാതെ തന്നെ സൾഫറിന് +6 കിട്ടുന്നുണ്ട്. ഇനി H2S2O5 ആണെങ്കിലും അഗെയിൻ 10 - 2, അപ്പോൾ എത്ര വന്നോടാ 8 വന്നു, /2 സൾഫർ 4. അപ്പോൾ ഇതും പോസിബിളി പെറോക്സൈഡ് ഇല്ലാതെ തന്നെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടാണ്. അപ്പോൾ അവിടെയും പെറോക്സൈഡ് ലിങ്കേജ് ഉണ്ടാവണം നിർബന്ധമില്ല. ഇനി അടുത്തതാണ് H2SO5. H2SO5 എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അഗെയിൻ 10, ദെൻ 2 ഹൈഡ്രജൻ, അപ്പോൾ 10 - 2 8, ഒറ്റ സൾഫർ ഉള്ളൂ. അപ്പോൾ 8 ഒരിക്കലും പോസിബിൾ അല്ല. ദാറ്റ് മീൻസ് ഇവിടെ പെറോക്സൈഡ് ലിങ്കേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ +8 വരുന്നതുകൊണ്ട് തന്നെ അവിടെ പെറോക്സൈഡ് ഇല്ലാതെ അങ്ങനെ ഒരു കോമ്പൗണ്ട് എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ബിയും ഡിയും ആണ് ആൻസർ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രക്ചർ വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ സ്ട്രക്ചർ വൈസ് നോക്കുമ്പോൾ H2SO5 എന്ന് നമുക്ക് തുടങ്ങാം. H2SO4ൻ്റെ സെയിം സ്ട്രക്ചർ നോക്കോ, അതേപോലെ ഞാൻ വരയ്ക്കുകയാണ്. H2SO4 പോലെ തന്നെ വരയ്ക്കുകയാണ്. ബട്ട് ഇവിടെ ആര് വേണം, പെറോക്സൈഡ് ലിങ്കേജ് വേണം. കണ്ടോ, ഇതാണ് H2SO4, ഇവിടെ പെറോക്സൈഡ് വന്ന്, അപ്പോൾ ഇവനാണ് ഒരു ആൻസർ. അപ്പോൾ H2SO5 കിട്ടി. ഇനി H2SO5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ദ സ്ട്രക്ചർ ഈസ് സൾഫർ, സിംഗിൾ ബോണ്ട് സൾഫർ അവിടെ ഉണ്ടാവും, ഡബിൾ ബോണ്ട് ഓക്സിജൻ OH, then double bond oxygen, then OH, H2 S2 1 2 3 4 5 H2S2O5. ഇവിടെ പെറോക്സൈഡ് ലിങ്കേജ് ഇല്ല, ഈ മോളിക്യൂളിൽ പെറോക്സൈഡ് ലിങ്കേജ് ഇല്ല. ഇനി അടുത്തതാണ് H2S2O8 നിങ്ങൾക്ക് സ്ട്രക്ചർ അറിയാം, സൾഫർ, ദെൻ ഓക്സിജൻ സൾഫർ, ഡബിൾ ബോണ്ട് ഓക്സിജൻ OH, ദെൻ OH. ഇതാണ് H2S2O8. ഇവിടെ പെറോക്സൈഡ്. ഈ രണ്ട് സ്ട്രക്ചറും നമ്മൾ റിഡോക്സ് റിയാക്ഷനിൽ നമ്മൾ ജസ്റ്റ് പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. നമ്മൾ ഈ റിഡോക്സ് റിയാക്ഷൻ്റെ ഫ്രാക്ഷൻ വരുന്ന കേസിൻ്റെ കൂടെ പഠിക്കുന്ന പെറോക്സൈഡ് വരുമ്പോഴുള്ള രണ്ട് കോമ്പൗണ്ടുകളായിട്ട് നമ്മളിത് പഠിച്ചിട്ടുണ്ടാവും. സോ ഇനി അടുത്തതാണ് H2S2O7 അഥവാ ഒലിയം അല്ലേ. ഒലിയം നല്ല ഫേമസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോമ്പൗണ്ടാണ് ഒലിയം. ഓക്കെ, സോ H2S2O7 അഥവാ ഒലിയത്തിൻ്റെ കേസിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെയിം സ്ട്രക്ചർ. ഇവിടെ സൾഫർ ഉണ്ടാവും, യെസ്, ഡബിൾ ബോണ്ട് ഓക്സിജൻ OH, നമ്മുടെ പെറോക്സൈഡ് ഡൈസൾഫ്യൂരിക് ആസിഡ് പോലെ തന്നെ, പക്ഷേ ഇവിടെ ഒറ്റ ഓക്സിജനെ ഉണ്ടാവുള്ളൂ. ദിസ് വിൽ ബി ഒലിയം. ഇതാണ് നമ്മളുടെ ആര്, ഒലിയം. പക്ഷേ ഇവിടെ എന്തില്ല, പെറോക്സൈഡ് ഇല്ല. അപ്പോൾ പെറോക്സൈഡ് ഉള്ളത് ഇവർക്ക് രണ്ടുപേർക്കുമാണ്. സോ ഓപ്ഷൻ B and D is the right answer. Option B and D is the right answer. Okay. So then നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. Yes. So non-negative integer type question ആണ്. Yes. To form complete monolayer of acetic acid on 1 gram charcoal. Yes. ഒരു 1 gram charcoalനെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അസറ്റിക് ആസിഡ് കൊണ്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു സിംഗിൾ ലെയർ ഫോം ചെയ്യണം. So 100 ml of 0.5 molar acetic acid was used. Some of the acetic acid remain unadsorbed. ഓക്കെ. ഇതിനു വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്നത് 100 ml 0.5 മോളാർ അസറ്റിക് ആസിഡ് ആണ്. ദെൻ കുറച്ച് അസറ്റിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്, അൺഅഡ്സോർബ്ഡ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അവിടെ എക്സസ് ആയിട്ട് കിട്ടുന്നുണ്ട്. To neutralize the unadsorbed acetic acid. Yes, അങ്ങനെയുള്ള അൺഅഡ്സോർബ്ഡ് അസറ്റിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ അഗെയിൻ നമ്മൾ 40 ml 1 മോളാർ NaOH സൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആവശ്യമുണ്ട്. ഇഫ് ഈച്ച് മോളിക്യൂൾ ഓഫ് അസറ്റിക് ആസിഡ് ഒക്യുപ്പൈസ് P × 10⁻⁻23 മീറ്റർ സ്ക്വയർ
സർഫസ് ഏരിയ ഓൺ ചാർക്കോൾ. ഓക്കെയാ. സോ ഒരു ഈ ഒറ്റ അസറ്റിക് ആസിഡ് മോളിക്യൂളിന് ഇത്രയും സർഫസ് ഏരിയയാണ് കവർ ചെയ്യാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ ഈ പീൻ്റെ വാല്യൂ എത്രയാണെന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ദെൻ അവർ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ചാർക്കോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. കാരണം കണ്ടോ, ഇത് 1 ഗ്രാം ആയതുകൊണ്ട് തന്നെ പെർ ഗ്രാം ചാർക്കോളിൻ്റെ സർഫസ് ഏരിയ 1.5 × 10⁻²2 മീറ്റർ സ്ക്വയർ ആണ്. അതായത് എൻ്റയർ ചാർക്കോളിൻ്റെ സർഫസ് ഏരിയ 1.5 × 10⁻² മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഒറ്റ മോളിക്യൂൾ അസറ്റിക് ആസിഡ്, ദാറ്റ് മീൻസ് അവിടെ ഒരുപാട് മോളിക്യൂൾ അസറ്റിക് ആസിഡ് അതിനെ കവർ ചെയ്യുന്നുണ്ടാവും. അതിനുള്ള ഒരു സിംഗിൾ അസറ്റിക് ആസിഡ് മോളിക്യൂൾ എത്ര സർഫസ് ഏരിയ കവർ ചെയ്യുന്നുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അവഗാഡ്രോ നമ്പർ അവർ തന്നിട്ടുണ്ട്. 6 × 10⁻23 എടുത്താൽ മതി. 6.022 എടുത്ത് ഇനി കൊണ്ടുപോകണ്ട, കാരണം അവർ നോൺ നെഗറ്റീവ് ഇൻറ്റീജറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി അവർ തന്ന വാല്യൂവിൻ്റെ അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ വാല്യൂ കുറച്ച് മേലൊക്കെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കയറാനോ താഴാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന വാല്യൂ തന്നെ എന്ത് ചെയ്യുക, പരമാവധി എടുക്കുക. ദെൻ ആ ഒരു റേഞ്ചിൽ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യൽ ആൻസർക്ക് നോക്കാം. നമുക്ക് ആ റേഞ്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ആൻസർ വരുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ അസറ്റിക് ആസിഡ് എത്ര മോളാണ് ഈ ചാർക്കോളിൻ്റെ മേലെ പോകണമെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ മൊത്തത്തിൽ എടുക്കുന്നത്, ദാറ്റ് മീൻസ് ഞാൻ ഇനീഷ്യലി ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ ഓഫ് അസറ്റിക് ആസിഡ് യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, അതിൽ തന്നെ അഡ്സോർബ്ഡ് എത്രയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ. സോ ആദ്യം നമുക്ക് അൺഅഡ്സോർബ്ഡ് അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ യൂസ് ചെയ്യുന്ന അസറ്റിക് ആസിഡ് എത്രയെന്ന് നോക്കാം. സോ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് അസറ്റിക് ആസിഡ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് അസറ്റിക് ആസിഡ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് എത്രയും നമുക്ക് നോക്കാം. ഇവിടെ ഇവർ മൊളാരിറ്റി തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. നമുക്കറിയാം മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം ആയിരിക്കും. അപ്പോൾ ഞാൻ മൊളാരിറ്റി എത്ര എടുത്തടാ, 0.5 എടുത്ത്. കാരണം അല്ലേ, ടോട്ടൽ നമ്പർ ഓഫ് യൂസ് ചെയ്യുന്നത് 0.5 ആണ്. ഇനി അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 100 ml ആണ്. ബട്ട് അതിനെ ഞാൻ ലിറ്ററിൽ കൺവേർട്ട് ചെയ്യണം. സോ 10⁻⁻3. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 5 × 10⁻² മോൾ എന്ന് എഴുതി കൂടെ. യെസ്, ഇതാണ് ഞാൻ ടോട്ടൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അൺഅഡ്സോർബ്ഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് അൺഅഡ്സോർബ്ഡ് നമുക്ക് നോക്കാം. അവിടെ അൺഅഡ്സോർബ്ഡ്, കാരണം അസറ്റിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കൊണ്ടുവരുന്ന ആളാരാണ്, NaOH ആണ്. NaOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എൻ ഫാക്ടർ എത്രയാണ്, 1 ആണ്. അസറ്റിക് ആസിഡിൻ്റെ എൻ ഫാക്ടറും 1 ആണ്. അതായത് ഒരു മോൾ അസറ്റിക് ആസിഡിനെ CH3CO- ആൻഡ് H+ ആണ് ന്യൂട്രലൈസ് ചെയ്യാൻ ഒരു മോൾ NaOH വേണ്ടി വരും. അപ്പോൾ നമുക്ക് സിംപ്ലി നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്ത് കണ്ടുപിടിച്ചാൽ മതി, NaOH കണ്ടുപിടിച്ചാൽ മതി. അഗൈൻ ദിസ് വിൽ ബി ഈക്വൽ ടു 1 × 14 ml × 10⁻⁻3. ഞാൻ അതിന് ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി equal to 4 × 10⁻⁻² മോൾ. ഇറ്റ് ഈസ് ഈക്വൽ ടു 4 × 10⁻⁻² മോൾ ആണ് നമുക്ക് കിട്ടുക. സോ അപ്പോൾ ആക്ച്വലി ഇത് നോക്ക്, ഇത്രയും മോളാണ് നമ്മൾ ടോട്ടൽ എടുക്കുന്നത്. ഇതിൽ അൺഅഡ്സോർബ്ഡ് ആയിട്ട് ഇത്രയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് യൂസ്ഡ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിക് ആസിഡ് യൂസ്ഡ് ഈക്വൽ ടു 5 - 1 × 10⁻⁻², ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 10⁻⁻² മോളാണ്. യെസ്, പറഞ്ഞൂടെ. അതായത് ഇത്രയും അസറ്റിക് ആസിഡാണ് അവിടെ എന്ത് ചെയ്യണത്, ടോട്ടലി യൂസ് ചെയ്യണത്. ബട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ എൻ്റയർ സർഫസ് ഏരിയ കവർ ചെയ്യാനാണ് ഇത്രയും മോൾ യൂസ് ചെയ്യണത്. ഈ എൻ്റയർ സർഫസ് ഏരിയ കവർ ചെയ്യാനാണ് ഇത്രയും മോൾ യൂസ് ചെയ്യണതെങ്കിൽ നമുക്ക് പ്രോബബ്ലി പറഞ്ഞൂടെ എത്രയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാം. നോക്കിക്കോട്ടോ, ഞാനിനി ചെയ്യുന്ന കാര്യം നോക്കിക്കോ. യെസ്, അതായത് ഈ 1 × 10⁻⁻² മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരു മോളിക്യൂളിലാണ്, നമുക്ക് ഒരു മോളിൻ്റെ അല്ല കണ്ടുപിടിക്കേണ്ടത്, ഒരു മോളിക്യൂളിൻ്റെ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്പർ ഓഫ് മോളിക്യൂൾ ഓഫ് അസറ്റിക് ആസിഡും കൂടെ ഞാനിവിടെ എഴുതാൻ പോവാണ്. നമ്പർ ഓഫ് മോളിക്യൂൾ ഓഫ് അസറ്റിക് ആസിഡ് യൂസ്ഡ് ഈക്വൽ ടു 1 × 10⁻⁻² ഇൻറ്റു 6 വേണ്ട, 6 × 10⁻23 എന്ന് എഴുതി കൂടെ. അതായത് 1 × 10⁻⁻² മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10⁻² ഇൻറ്റു 6 × 10⁻23 ആണ്. അത്രയും എന്താണ് നമ്പർ ഓഫ് അസറ്റിക് ആസിഡ് മോളിക്യൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കിക്കോ, ഇത്രയും നമ്പർ ഓഫ് അസറ്റിക് ആസിഡ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, 6 × 10⁻21 എന്ന് എഴുതി കൂടെ. അപ്പോൾ ഇതാ ഞാൻ പറയാണ്, 6 × 10⁻21 അസറ്റിക് ആസിഡ് മോളിക്യൂൾ, 6 × 10⁻21 അസറ്റിക് ആസിഡ് മോളിക്യൂൾ will cover ഇത്രയും 1.5 × 10⁻2 മീറ്റർ സ്ക്വയർ
മീറ്റർ സ്ക്വയർ പെർ ഗ്രാം. ഇത് 1 ഗ്രാം ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, 1 ഗ്രാം ആണ്, അപ്പോൾ പെർ ഗ്രാം ആണ്. ഇത്രയും കവർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ നോക്കിക്കോ, ഒരു അസറ്റിക് ആസിഡ് മോളിക്യൂൾ എത്ര കവർ ചെയ്യും പറ. ഒരു അസറ്റിക് ആസിഡ് മോളിക്യൂൾ, 1 അസറ്റിക് ആസിഡ് മോളിക്യൂൾ കവർ 1.5 ഇൻറ്റു 10⁻² ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 10⁻21 അല്ലേ. അപ്പോൾ ഇത്രയല്ലേ ഒരു അസറ്റിക് ആസിഡ് കവർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 1.5ന് നമുക്ക് 150 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 10⁻21 എന്ന് വിളിച്ചൂടെ. യെസ്, അപ്പോൾ 150 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2, ദെൻ ബാക്കി 30ൽ 5, അപ്പോൾ 25. യെസ്, ഇറ്റ്സ് ഈക്വൽ ടു 25 ഇൻറ്റു 10⁻21, 25 ഇൻറ്റു 10⁻21 മീറ്റർ സ്ക്വയർ എന്നുണ്ടാവും. ബട്ട് ഇവിടെ തന്നിട്ടുണ്ട് ഇറ്റ് ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്കിനി പി ഇൻറ്റു 10⁻23 എന്ന് എഴുതണം. സോ പി ഇൻറ്റു 10⁻23, പി ഇൻറ്റു 10⁻23. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, 2500 ഇൻറ്റു 10⁻23 എന്ന് എഴുതി കൂടെ. 2500 ഇൻറ്റു 10⁻23. സോ പി ഈക്വൽ ടു, അപ്പോൾ എത്രയാടാ? പി ഈക്വൽ ടു 2500. സോ പി ഈക്വൽ ടു 2500. ഓക്കെ, സോ 2500 ഈസ് ദ റൈറ്റ് ആൻസർ. സോ ദ ആൻസർ ഈസ് 2500. ഓക്കെ, യാ. സോ വളരെ സിമ്പിളാണ്, പക്ഷേ നമുക്കൊന്ന് കുറച്ച് എന്ത് ചെയ്യണം, ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും അല്ലേ. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൂടെ നടക്കാം. യെസ്, എ വെസൽ കണ്ടെയ്ൻസ് W2 gram of non-volatile solute X dissolved in W1 gram of water. Vessel 2 contains W2 gram of another non-volatile solute Y dissolved in W1 gram of water. Both the vessels are at the same temperature and pressure. Okay, temperature and pressure same condition ലാണ്. The molar mass of X is 80% of that of Y. The Van Hoff factor of X is 1.2 times of that of Y for their respective concentration. The elevation of boiling point of solution in vessel 1 is dash percentage of the solution in vessel 2. Okay, നമുക്ക് ആദ്യം vessel 1ഉം vessel 2ഉം ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. So this will be vessel 1. Vessel 1. This will be vessel 2. Yeah, vessel 2. So vessel 1ൽ W2 gram ആരുണ്ട്? W2 gram ആരുണ്ട്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എക്സ് ഉണ്ട്. അവിടെ W1 gram ആരുണ്ട്? നമ്മളുടെ സോൾവെൻ്റ് ആയിട്ടുള്ള വാട്ടർ ഉണ്ട്. ദെൻ വെസൽ 2ൽ അഗെയിൻ W2 gram another, sorry, this will be W1. Okay, sorry, this will be W2 gram of non-volatile solute X dissolved in, sorry, this will be W2. Okay, W2 തന്നെ. Okay, W2 gram of non-volatile solute X dissolved in W1 gram of water. And vessel 2 contains again, ഇത് W2 gram ആരാണ്? ഇതും W2 gram തന്നെയാണ്, പക്ഷെ അത് W2 gram X അല്ല, അതിന് പകരം എന്താണ്? Y എന്ന് പറയുന്ന ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ്. യെസ്. അപ്പോൾ ഇനി അവനും അടങ്ങിയിരിക്കുന്നത് ഈ W1 gram of വാട്ടറിലാണ്. ഓക്കെ, ദെൻ both the vessels are at same temperature and pressure. Okay, same temperature and pressure condition same ആണ്. ബട്ട് ഇവിടെ മോളാർ മാസ് ഓഫ് എക്സ് അവർ പറയുന്നുണ്ട്. മോളാർ മാസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 80% ഓഫ് ദാറ്റ് വൈയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് 80% ഓഫ് ദാറ്റ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 0.8 ഇൻറ്റു വൈ എന്ന് എഴുതിക്കൂടെ? 80% ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് വൈ 1 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 0.8 ആയിരിക്കും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ വാൻ ഹോഫ് ഫാക്ടർ ഓഫ് എക്സ്, വാൻ ഹോഫ് ഫാക്ടർ എന്ന് എനിക്ക് IX എന്ന് എഴുതാം. അപ്പോൾ IX ഈക്വൽ ടു വാൻ ഹോഫ് ഫാക്ടർ ഓഫ് എക്സ് ഈക്വൽ ടു 1.2 ടൈം ഓഫ് വാൻ ഹോഫ് ഫാക്ടർ ഓഫ് വൈ, ദാറ്റ് മീൻസ് IY. യെസ്, ദിസ് വിൽ ബി MY. ഓക്കെ, എഴുതി കൂടെ? അപ്പോൾ MX ഈക്വൽ ടു 0.8 MY ആണ്, ആൻഡ് IX ഈക്വൽ ടു 1.2 ഇൻറ്റു IY ആണ്. ദെൻ ഇനി അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വെസൽ 1. യെസ്, അപ്പോൾ നമുക്ക് വെസൽ 1ൻ്റെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് നോക്കാം. യെസ്, ദിസ് വിൽ ബി വെസൽ 1. വെയിറ്റ്, വെസൽ 1. ഓക്കെ, വെസൽ 1ൻ്റെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെൽറ്റ TB1 എന്ന് എഴുതി കൂടെ? ഡെൽറ്റ TB1 ഈക്വൽ ടു I ഇൻറ്റു KB ഇൻറ്റു മൊളാലിറ്റി, I ഇൻറ്റു KB, WB ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA എന്ന് എഴുതി കൂടെ? ബട്ട് ഇത് എക്സ് ആയതുകൊണ്ട് വെസൽ 1ലുള്ള ആൾ ആരാണ്? ഈ പറയുന്ന
നമ്മളുടെ എക്സ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇവിടെ എക്സും ഇത് വൈയും ആണെങ്കിൽ ഈ വെസൽ വണ്ണിലുള്ളത് മൊത്തം എക്സ് ആണ്. അപ്പോൾ ഇതിന് എനിക്ക് ഐ എക്സ് എഴുതാം. കെ ബി സോൾവെൻറ്റ് വാട്ടർ ആയതുകൊണ്ട് തന്നെ കെ ബി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ ഡബ്ല്യു ബി, രണ്ടുപേരുടെയും ഡബ്ല്യു ബി സെയിം ആണ്, കാരണം ഇതും W2 ആണ്, ഇതും W2 ആണ്. അപ്പോൾ ഞാൻ അതിനെ സിംപ്ലി ഡബ്ല്യു ബി എന്ന് തന്നെ എഴുതി. അതുകൊണ്ട് WB2 എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇനി വാട്ടർ ആയതുകൊണ്ട് തന്നെ എം ബി എന്തായിരിക്കും, എം ബി സെയിം ആയിരിക്കും. സോറി എം ബി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് വാട്ടർ അല്ല, നമ്മുടെ സോൾവെൻറ്റ് എം ബി എക്സ് എന്ന് വിളിക്കാം. ഇത് എം ബി എക്സ് ആണ്. ദെൻ 1000 WA, അഗെയിൻ ദിസ് വിൽ ബി W1, ദിസ് വിൽ ബി W1. അപ്പോൾ അതും സെയിം ആണ്. ദെൻ എനിക്ക് ഡെൽറ്റ TB2, ഇനി വെസൽ 2ൻ്റെ കേസാണ് ഞാൻ എടുക്കണമെങ്കിൽ വെസൽ 2 ഈക്വൽ ടു ഡെൽറ്റ TB2 ഈക്വൽ ടു അഗെയിൻ IY ഇൻറ്റു KB, IY ഇൻറ്റു KB ഇൻറ്റു WB ഈസ് എ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ MBY ഇൻറ്റു MBY ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA ഈസ് ഈക്വൽ ടു W1. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ റേഷ്യോ എനിക്ക് വേണ്ടത് ആക്ച്വലി എന്താണ്, ദ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വെസൽ 1 ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് വെസൽ 2 ആണ്. അപ്പോൾ എനിക്ക് ഡെൽറ്റ TB റേസ് ടു ഡെൽറ്റ TB ഓഫ് 2 എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഈ റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിനെ എനിക്ക് IX ഡിവൈഡഡ് ബൈ IY എന്ന് എഴുതാം. KB ക്യാൻസലായി, WB ക്യാൻസലായി. ദെൻ ദിസ് വിൽ ബി MBX. സോ MBX ഡിവൈഡഡ് ബൈ MBY വരും. ദെൻ ഈ വാല്യൂ ഒക്കെ ക്യാൻസലായി. ദെൻ IX ഡിവൈഡഡ് ബൈ IY. സോ IX ഈക്വൽ ടു 1.2 ഇൻറ്റു IY ആണെങ്കിൽ IX ഡിവൈഡഡ് ബൈ IYനെ നമുക്ക് 1.2 എന്ന് എഴുതി കൂടെ, ഇൻറ്റു MX, ദിസ് MX ഈക്വൽ ടു 0.8 ഇൻറ്റു MY ആണെങ്കിൽ നമുക്ക് MY ഡിവൈഡഡ് ബൈ MXനെ 1 ഡിവൈഡഡ് ബൈ 0.8 എന്ന് എഴുതി കൂടെ. യെസ്, എഴുതാമല്ലോ. MY divided by MX equal to 1 divided by 0.8. So this will be, ഞാനിവിടെ 0.4നെ കൊണ്ട് ക്യാൻസൽ ചെയ്ത് ഇത് 2 വരും, ഇത് എത്ര വരും, 3 വരും. So it's equal to 1.5. So the answer is 1.5. So 1.5 ടൈംസേ പറഞ്ഞിട്ടുള്ളൂ, ബട്ട് പെർസെൻറ്റേജ് ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, 1.5 into 100 it's equal to 150%. That means delta TB equal to 0, delta TB1 equal to 1.5 into delta TB2. That means here delta TB 100 ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും, 150 ഉണ്ടാവും എന്ന് അർത്ഥം. That means 150 times increase ആണ്. So the answer is 150%. Yeah. സോ ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. സോ നല്ല സിമ്പിൾ ആണല്ലേ, പക്ഷേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ആകെ പേടിക്കും. ബട്ട് ആക്ച്വലി ഏതാ ചാപ്റ്റർ, സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അഡ്വാൻസിന് നമുക്കിപ്പോൾ കെമിസ്ട്രിയിൽ പാർട്ട് 2 ഐ തിങ്ക് ഇതുവരെ ചെയ്തിട്ടുള്ള ഫിസിക്കൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ ഒരു ബുദ്ധിമുട്ട്, വലിയൊരു ലെവലിലോട്ട് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നേ ഉള്ളൂ. നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. യെസ്. For a non-negative integer തന്നെയാണ്. For a double strand DNA, one strand is given below. Yes, the amount of energy required to split the double strand DNA into 2 single strand is okay. So double strand DNA ഒറ്റ സ്ട്രാൻഡ് അവർ തന്നിട്ടുള്ളൂ. അപ്പോൾ അടുത്ത സ്ട്രാൻഡ് നമുക്ക് എഴുതാല്ലേ, എങ്ങനെയാണ് നമുക്കറിയാം. ഇവിടെ AT അതേപോലെ തന്നെ GC, എ ഡബിൾ ബോണ്ടാണ്, ഡബിൾ ഹൈഡ്രജൻ ബോണ്ടാണ്. അതേപോലെ തന്നെ ഗ്വാനിനും സൈറ്റോസിനും ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ടാണ് ഉണ്ടാവുക. സോ ദ ആവറേജ് എനർജി പെർ ഹൈഡ്രജൻ ബോണ്ട് ഫോർ AT ബേസ് പെയർ ഈസ് 1 kcal per mole ആൻഡ് GC ബേസ് പെയർ ഈസ് 1.5 kcal per mole. AU ബേസ് പെയർ ഒക്കെ തന്നിട്ടുണ്ട്. ഇഗ്നോർ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ. ഓക്കെയാ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾഷൻ ഒക്കെ ഇൻക്ലൂഡ് ആണ്. അപ്പം ജസ്റ്റ് സിംപ്ലി എന്താണ് ഇവർ പറഞ്ഞത്, ഇതൊരു ഡബിൾ സ്റ്റാൻഡ് DNA ആണ്. ഇതിൻ്റെ എല്ലാ ഹൈഡ്രജൻ ബോണ്ടിങ്ങും പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെന്താ കിട്ടും, സിംഗിൾ സ്റ്റാൻഡ് ആക്കി കിട്ടും. അങ്ങനെ നിങ്ങൾ ഇവിടുത്തെ ഹൈഡ്രജൻ ബോണ്ട് മൊത്തം പൊട്ടിക്കാൻ പോവാണ്. ഒരു അഡിനിൻ തൈമിൻ ബേസ് പെയർ പൊട്ടിക്കാൻ 1 kcal, ഒരു ഗാനിൻ സൈറ്റോസിൻ. നമ്മൾ യുറാസിലും അഡിനിനും നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇത് DNA ആണ്. RNA ആണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതേതാ ചാപ്റ്റർ, നമുക്ക് ബയോമോളിക്യൂൾ എന്ന് വേണമെങ്കിൽ പറയാം, ബട്ട് അല്ലെങ്കിൽ നമുക്ക് തെർമോഡൈനാമിക്സും പറയാം. ഇറ്റ്സ് എ ബ്ലൻഡ്. ബയോമോളിക്യൂൾസിൻ്റെ തെർമോഡൈനാമിക്സിൻ്റെ ഒരു ബ്ലെൻഡ് ആണ്. അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതൊരു ചാപ്റ്റർ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ ബേസിക് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ. സോ പ്രോബ്ലി നമുക്കിവിടെ എത്ര, ഇപ്പോൾ അഡിനിൻ തൈമിൻ ഓർ തൈമിൻ അഡിനിൻ, ഇവിടെ ഈ പറയുന്ന ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കുകയാണ്. സോ പ്രോബ്ലി ഇത് ഒരു ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. ഞാനിതാ ഒരു ബ്ലൂ കളറിൽ ഇവിടെ മാർക്ക് ചെയ്യുന്നു. അഡിനിൻ തൈമിൻ 1, തൈമിൻ അഡിനിൻ 2, അഡിനിൻ 3,
ദെൻ ഇതാ ഇത് ഇത്രയും വന്നു. ഓക്കെ, അപ്പോൾ ഇത് എത്ര ഉണ്ട്? 1 2 3 4 5 6 7. അപ്പോൾ ടോട്ടൽ 7 അഡിനിൻ തൈമിൻ ബോണ്ട് ഉണ്ട്. 7 ഉണ്ടെങ്കിൽ ഡബിൾ ഹൈഡ്രജൻ ബോണ്ടാണ്. അപ്പോൾ മൊത്തം ഇവിടെ എത്ര ഉണ്ടാവും? 14 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവില്ലേ? സോ 14 ഇറ്റ്സ് നോട്ട് 17, ഇറ്റ്സ് 14 ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ 14 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെങ്കിൽ ഒരു ഹൈഡ്രജൻ ബോണ്ട് പൊട്ടിക്കാൻ, ഒരു അഡിനിൻ തൈമിൻ ബേസ് പെയറിനെ പൊട്ടിക്കാൻ, സോ ദ പെർ ഹൈഡ്രജൻ ബോണ്ട് ഫോർ അഡിനിൻ തൈമിൻ ബേസ് പെയർ പൊട്ടിക്കാൻ 1 കിലോ കലോറി ആണെങ്കിൽ 14 പൊട്ടിക്കാൻ എത്ര കിലോ കലോറി വേണ്ടി വരും? 14 കിലോ കലോറി വേണ്ടി വരും. ഇത്രയല്ലേ ഉള്ളൂ. സോ 14 കിലോ കലോറി പെർ മോൾ. യെസ്. ദെൻ അടുത്തത് ഇവരിതാണ്. ഇവരിത് നമുക്ക് സിംപ്ലി പറയാൻ പറ്റും. എത്ര ഉണ്ട്? 1 2 3 4 5 6. ഓക്കെ, 6 ഉണ്ട്. സോ 6 തന്നെയല്ലേ? 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ 6 ഉണ്ടെങ്കിൽ 3 എത്രയാണ്? 18 വരും. സോ 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ഹൈഡ്രജൻ ബോണ്ട് എനിക്ക് അവിടെ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. പക്ഷേ 18 ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 18 ഹൈഡ്രജൻ ബോണ്ട് ഞാൻ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി ഞാൻ എന്ത് ചെയ്യണം? എഗെയിൻ ഇറ്റ്സ് ഈക്വൽ ടു 18 × 1.5. 18 × 1.5 കിലോ കലോറി ഞാൻ യൂസ് ചെയ്യണം. അപ്പോൾ 18 × 1.5 എന്ന് പറഞ്ഞാൽ 18 + 9. 18 + 9 എന്ന് പറഞ്ഞാൽ 27. അപ്പോൾ 14 + 27 കിലോ കലോറി. 14 + 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഇറ്റ്സ് ഈക്വൽ ടു 27 37 41 കിലോ കലോറി ആണോ? യെസ്, ഇറ്റ്സ് ഈക്വൽ ടു 41 കിലോ കലോറി ഈസ് ദ റൈറ്റ് ആൻസർ. സോ 41 ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് അടക്കാൻ. സോ ദെൻ നോൺ നെഗറ്റീവ് ഇൻറ്റീജർ തന്നെയാണ്. ഇറ്റ്സ് എ നോൺ നെഗറ്റീവ് ഇൻറ്റീജർ. എ സാമ്പിൾ ഇനീഷ്യലി കണ്ടെയ്ൻസ് യുറാനിയം 238 ഐസോട്ടോപ്പ് ഓഫ് യുറാനിയം. യെസ്, ഒബ്വിയസ്ലി ഈ ക്വസ്റ്റ്യൻ നമ്മുടെ കൈനറ്റിക്സ് എന്നാണ്. സോ റേഡിയോ ആക്റ്റീവ് ഡി കെ ആണ്. റേഡിയോ ആക്റ്റീവ് ഡി കെ ആണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. യെസ്, അത് നമ്മൾ ഉറപ്പിച്ച്. Then this uranium 238 with time, some of the uranium 238 radioactively decays into lead 206 while the rest of it remains undisintegrated. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നില്ല. കുറച്ച് ആൾക്കാർ മാത്രം lead 206 ആവുന്നുണ്ട്. ബാക്കി കുറച്ച് ആൾക്കാർ അങ്ങനെ തന്നെ എടുക്കുന്നുണ്ട്. ആൻഡ് ദ ഏജ് ഓഫ് സാമ്പിൾ ഈസ് P × 10⁸. ദാറ്റ് മീൻസ് ഏജ് ഓഫ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ അവരോട് ചോദിച്ചിട്ടുള്ളത് നമ്മോട് എന്താണ്? T ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് lead 206 ടു ദ uranium 238 ഇൻ ദ സാമ്പിൾ ഈസ് ഫൗണ്ട് ടു ബി 7. അവർ ആഫ്റ്റർ ഡിസിൻറ്റഗ്രേഷന് നമ്മുടെ സാമ്പിളിലുള്ള ലെഡിൻ്റെയും അതേപോലെ തന്നെ യുറാനിയത്തിൻ്റെ മാസിൻ്റെ റേഷ്യോ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 7. ദാറ്റ് മീൻസ് 7:1. ദ വാല്യൂ ഓഫ് പി ഈസ് ഓക്കെ. ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. ഗുഡ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇതൊരു നല്ല കുറച്ചൊന്ന് ആലോചിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ബട്ട് ഇറ്റ്സ് സിമ്പിൾ. സോ കുറച്ച് കാൽക്കുലേഷൻ വരുന്നേ ഉള്ളൂ. log 2ൻ്റെ വാല്യൂ അവർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹാഫ് ലൈഫ് തന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലി എന്ത് ചെയ്യും? ടി കാണാനുള്ള ഇക്വേഷൻ നമുക്ക് കെ കിട്ടും. കാരണം എന്താ? നമ്മുടെ ഇക്വേഷൻ ഏതാ വരിക? 2.303 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു log A0/AT ആണ് നമ്മളുടെ ഇക്വേഷൻ വരിക അല്ലേ? log A0/AT. അപ്പോൾ ആ ഇക്വേഷനിൽ നമുക്ക് പ്രോബ്ലി കെ കിട്ടിക്കഴിഞ്ഞാൽ കെ കിട്ടി. ഇനി ടി ആണല്ലേ നമ്മുടെ ഇക്വേഷൻ. ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ടി ആണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ടി ആണ്. ടി ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു log A0/AT. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഹാഫ് ലൈഫ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെ കിട്ടും? ഹാഫ് ലൈഫ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കെ കിട്ടും. അപ്പോൾ എനിക്കിനി അറിയേണ്ടത് A0/AT ആണ്. സോ ആക്ടിവിറ്റി ഓഫ് ഇനീഷ്യൽ ആക്ടിവിറ്റിയും അതേപോലെ തന്നെ ഫൈനൽ ആക്ടിവിറ്റിയും എനിക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ബട്ട് ആക്ടിവിറ്റി നമുക്കിവിടെ ഇനീഷ്യലി ഇവർ നമ്പർ ഓഫ് മോൾസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിവിടെ നമ്പർ ഓഫ് മോൾസ് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ബിക്കോസ് വോളിയം സെയിം ആണെങ്കിൽ ഇറ്റ്സ് ഡയറക്ട്ലി കണക്ട് ഇൻ ടു മൊളാരിറ്റി. ഓക്കെ, വെയിറ്റ്. സോ നമുക്കിവിടെ തന്നിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ആരുണ്ട്? യുറാനിയം 238 ഉണ്ട്. ഇറ്റ്സ് യുറാനിയം 238. ഈ യുറാനിയം 238 എന്തായുണ്ട്? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അവൻ lead 206 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. സോ സപ്പോസ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ ഇനീഷ്യലി കുറച്ച് യുറാനിയം ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ സപ്പോസ് വിചാരിച്ചോ ഇതൊരു ഇനീഷ്യലി ഇവിടെ എത്ര ഉണ്ടെന്ന് വിചാരിച്ചോ? ഇതൊരു എക്സ് മോൾ യുറാനിയം ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, സോ ദിസ് വിൽ ബി എക്സ് മോൾ. ഇനീഷ്യലി ഇത് 0 ആണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് യുറാനിയം എന്ത് ചെയ്യുന്നുണ്ട്? ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകുന്നുണ്ട്. ഓർ നമുക്ക്
എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. വെയിറ്റ് ഇവിടെ മാസേ തന്നിട്ടുള്ളൂ. ഓക്കെ ഞാനിതാ ഡയറക്റ്റ്ലി ഇങ്ങനെ തന്നെ എടുക്കണം. നമ്മൾ മറ്റേ ഇവിടേക്കൊന്നും പോകണ്ട. ഞാൻ ഡയറക്റ്റ്ലി ഇങ്ങനെ പറയാണ്. എടാ ഇവിടെ ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നത് എക്സ് മോൾ യുറാനിയത്തിനാണെന്ന് വിചാരിച്ചു. ദിസ് വിൽ ബി എക്സ് മോൾ യുറാനിയത്തിന് ഡിസിൻറ്റഗ്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഇതും എക്സ് മോൾ ഉണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് കാണേണ്ടത് യുറാനിയത്തിൻ്റെ ലൈഫാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? യുറാനിയത്തിൻ്റെ ലൈഫാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എനിക്ക് കിട്ടേണ്ടത് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് യുറാനിയം, ഫൈനൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് യുറാനിയം ആണ്. ഫൈനൽ കിട്ടാൻ ഒരു പണിയില്ല. കാരണം ഇവിടെ അവർ മാസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഏതിൻ്റെ മാസിൻ്റെ റേഷ്യോ? നമ്മുടെ നമ്മുടെ ലെഡ് വേഴ്സസ് യുറാനിയത്തിൻ്റെ മാസിൻ്റെ റേഷ്യോ 7:1 ആണ് പറഞ്ഞത്. അതായത് ദ ഫൈനൽ വെയിറ്റ് ഓഫ് ലെഡ് 7 ഗ്രാം ആണെങ്കിൽ ദ ഫൈനൽ വെയിറ്റ് ഓഫ് യുറാനിയം എത്രയാണ്? 1 ഗ്രാം ആണെന്ന് അങ്ങോട്ട് വിചാരിച്ചോ. അപ്പോൾ 1 ഗ്രാം യുറാനിയം ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് യുറാനിയം ആഫ്റ്റർ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് യുറാനിയം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് യുറാനിയം 238 അല്ലേ? യെസ്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഓൾറെഡി എന്താണ്? നമുക്ക് കിട്ടിയതാണ് AT കിട്ടിയിട്ടുണ്ട്. ബട്ട് A0 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? എടാ ഇത്രയും ദെൻ കൺവേർട്ട് ചെയ്യേണ്ടത്. ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാത്തതാണ്. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് കിട്ടാൻ ലെഡിൻ്റെ കിട്ടിയാൽ പോരെ. ലെഡിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാ? എടാ 7 ഗ്രാം ലെഡാണ് ബാക്കിയുള്ളത്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് 206 മോള്. കണ്ട, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നമുക്ക് എന്ത് കിട്ടി? ലെഡിൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇത്ര ലെഡിൻ്റെ നമ്പർ ഓഫ് മോൾസ് എക്സ് മോൾ ലെഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എക്സ് മോൾ യുറാനിയം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണം. അതായത് ഇത്രയും മോൾ ലെഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്രയും മോൾ യുറാനിയം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യണം എന്നർത്ഥം. യെസ്, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം. ദിസ് A0 ഈക്വൽ ടു ദിസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് യുറാനിയം ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 206 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 238 എന്ന് പറഞ്ഞൂടെ? യെസ്, പറയാം. അങ്ങനെയാണെങ്കിൽ AT ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം? AT എന്ന് പറഞ്ഞത് യെസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ സം ടൈംസ് ദി യുറാനിയം ബാക്കിയുള്ളത് 1 ഡിവൈഡഡ് ബൈ 238 ആണ്. അപ്പോൾ A0/AT ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ A0/AT ഞാൻ ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുന്നു. A0/AT ഈക്വൽ ടു അഗൈൻ ദിസ് വിൽ ബി ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 206 പ്ലസ് 1 divided by 238 divided by 1 divided by 238 divided by 1 divided by 238. ഓക്കെ യാ. സോ ഇതെങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. യെസ്, ദിസ് വിൽ ബി ഈക്വൽ ടു 7 into 238. യാ, സോ 238 into 7. സോ ഇറ്റ്സ് ഈക്വൽ ടു 1666. ഇറ്റ്സ് ഈക്വൽ ടു 1666. അപ്പോൾ ദെൻ പ്ലസ് 206 പ്ലസ് 206 1666 പ്ലസ് 206. അപ്പോൾ 12 7 8 9. സോ 1872. ഇറ്റ്സ് ഈക്വൽ ടു 1872 ഡിവൈഡഡ് ബൈ 206 ഇൻറ്റു 238 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ 238. അപ്പോൾ ഇതും പോയി. സോ ഇറ്റ്സ് ഈക്വൽ ടു 1872 ഡിവൈഡഡ് ബൈ എത്ര വന്നടാ? 206. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 206 പ്രോബ്ലി എത്ര ഉണ്ടാവും? 9 ഉണ്ടാവും. അപ്പോൾ 9 206 എന്ന് പറഞ്ഞാൽ 1800 6 9 ഒക്കെ 1854 ഉണ്ടാവും. ബാക്കി പ്രോബ്ലി ഒരു 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുറാനിയം. അപ്രോക്സിമേറ്റ്ലി ഇറ്റ്സ് ഈക്വൽ ടു 9.1. അപ്രോക്സിമേറ്റ്ലി ഇറ്റ്സ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ആക്ച്വലി 9.09 വരും. ഇറ്റ്സ് ഈക്വൽ ടു 9.09. അപ്പോൾ 9.09 ആണ് നമുക്ക് A0/AT കിട്ടുന്നത്. ഇനി നേരെ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ T12 ഈക്വൽ ടു, അപ്പോൾ നമുക്കറിയാം T12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ എന്താണ്? K ആണ്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്കിൻ്റെ T12 എന്ന് പറഞ്ഞാൽ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം 2.303. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ 2.303 ഇൻറ്റു ലോഗ് 2 ഡിവൈഡഡ് ബൈ എന്താണ്? K എന്ന് എഴുതാം. ഇങ്ങനെ എഴുതി കൂടെ? യെസ്. ഓർ തിരിച്ച് നമുക്ക് ഇതാ, കാരണം ഈ 2.303 ഇൻറ്റു ലോഗ് 2നെയാണ് നമ്മൾ 0.693 എന്ന് എഴുതണം. അപ്പോൾ K ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 0.693 ഓർ 0.693 നമുക്ക് 2.303 ഇൻറ്റു ലോഗ് 2 എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ T12 എത്രയാണ്? ആ ക്വസ്റ്റ്യൻ നമുക്ക് T12 തന്നിട്ടുണ്ട് 4.5 ഇൻറ്റു 4.5. മറ്റേത് ഇയേഴ്സ് തന്നെ അല്ലേ? അപ്പോൾ രണ്ടും ഇയറിലായതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഇറ്റ്സ് ഇയേഴ്സ്. 4.5 ഇൻറ്റു 10⁹9. ഓക്കെ, 10⁹9. അപ്പോൾ K കിട്ടി, എല്ലാം കിട്ടി. ഇനി നേരെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ ദിസ് T ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ K ഇൻറ്റു
log A0/80 log A0/80 it's equal to 2.303 divided by Kന്റെ വാല്യൂ നമുക്കറിയാം 2.303 into log 2 into log 2 then into 4.5 into 10 raised to 9 4.5 into 10 raised to 9 into 9.09 into 9 sorry into log 9.09 yeah so ഇത് ചെയ്ത് കഴിഞ്ഞാൽ 2.303 പോയി നമുക്ക് log 2നെ 0.3 എന്ന് വിളിക്കാം 0.3 ആണ് എൻ്റെ log 3 അല്ലേ so it's equal to 0.3 so 4.5 into 10 raised to 9 divided by 0.3 log 9 നമുക്ക് 0.95 എന്ന് വിളിച്ചൂടെ it's approximately equal to 0.95 yes 3 15 ക്യാൻസൽ ആയി so it's equal to 45/3 എന്ന് പറഞ്ഞാൽ 15 ഓക്കെ അപ്പോൾ 15 ഇൻറ്റു 0.95 ഓക്കെ അപ്പോൾ 0.95 1425 സോ 1425 14.25 ഇറ്റ്സ് ഈക്വൽ ടു 14.25 ഇൻറ്റു 10 raised to 9 ഇൻറ്റു 10 raised to 9 വരും സോ ബട്ട് നമ്മുടെ ആൻസറിൽ എത്രയാണ് കൊടുത്തിട്ടുള്ളത് അവർ നമുക്ക് വേണ്ടത് P ഇൻറ്റു 10 raised to 8ൻ്റെ ഫോമിലാണ് P ഇൻറ്റു 10 raised to 8 years എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ P എത്രയാണെന്നാണ് അപ്പോൾ P ഈക്വൽ ടു 142.5 ഇൻറ്റു 10 raised to 8 സോ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 143 എന്ന് കിട്ടും 143 ഇൻറ്റു 10 raised to 8 years സോ P ഈക്വൽ ടു നമ്മൾ എപ്പോഴും റൗണ്ട് ചെയ്ത് നോക്കണ്ട കാരണം ആക്ച്വലി ലോഗ് 9 ആണ് 0.95 അപ്പോൾ ഇത് 0.96 അതിൻ്റെ കുറച്ച് മേലെ ആയിരിക്കും അപ്പോൾ എപ്പോഴും ഇത് 142.5 മേലെ ആയിരിക്കും അതാണ് ഞാൻ 143ക്ക് റൗണ്ട് ചെയ്തത് സോ ദ ആൻസർ ഈസ് 143 അപ്പോൾ Pൻ്റെ ആൻസർ 143 ആണ് ആൻസർ കിട്ടുക സോ ഇറ്റ്സ് ഈക്വൽ ടു 143 ഇൻറ്റു 10 raised to 8 ഇതിൻ്റെ റേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരിക സോ 143 എഴുതിയവർക്ക് പ്രോബ്ലി പേടിക്കേണ്ട ആവശ്യമില്ല ദെൻ അടുത്തത് among COCN4 4 minus among COCN4 4 minus and CO3 okay the number of species with a tetrahedral geometry obviously P4 ഒന്നും നോക്കണ്ട നമ്മൾ P ബ്ലോക്കിൽ പഠിക്കുന്നതാണ് നമ്മളെ ഫോസ്ഫറസ് അല്ലേ ഓക്കെ ഫോസ്ഫറസ് എന്താണ് ടെട്രാഹൈഡൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ്ലി പഠിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇത് ടെട്രാഹൈഡൽ മോളിക്യൂൾ ആണ് സോ ദർ ഇസ് നോ ഡൗട്ട് അപ്പോൾ ഇത് എന്തായാലും ടെട്രാഹൈഡൽ ആണ് ദെൻ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം ദെൻ നമുക്ക് ആദ്യം സിമ്പിൾ മോളിക്യൂൾസ് ഒക്കെ നോക്കാം XeF4 ഞാൻ നോക്കിക്കഴിഞ്ഞാൽ സെനോൺ ആണ് ബാലൻസിൽ 8 ഇലക്ട്രോൺ ഉണ്ട് അതിന് 4 ഫ്ലൂറിൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ 4 ബോണ്ട് പെയർ സോ XeF4 നമുക്ക് ആദ്യം XeF4 നോക്കാം XeF4ൻ്റെ കേസിൽ 4 ബോണ്ട് പെയർ പ്ലസ് ബാക്കി 4 ഇലക്ട്രോൺ ഉണ്ട് അപ്പോൾ 4 കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കി 4 ഇലക്ട്രോൺ അപ്പോൾ 2 ലോൺ പെയർ ഓക്കെ 4 ബോണ്ട് പെയർ 2 ലോൺ പെയർ ആണെങ്കിൽ ഒന്നും നോക്കണ്ട ഇത് ഒരിക്കലും എന്താവില്ല ടെട്രാഹൈഡൽ ജോമെട്രി ആവില്ല ദെൻ അടുത്തത് നമുക്ക് ഇനി COCN4 4 മൈനസ് നോക്കാം യെസ് COCN4 4 മൈനസ് യെസ് ദ സെൻട്രൽ എലമെന്റ് ഈസ് CO having oxidation state okay 4 minus 4 0 അല്ലേ 0 oxidation state അല്ലേ വരിക ഓക്കെ അപ്പോൾ അവിടെ കൊബാൾട്ട് ഏതിലാണ് 0 oxidation സ്റ്റേറ്റിലാണ് സോ കൊബാൾട്ട് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ അവൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും സ്ട്രക്ചർ എങ്ങനെയായിരിക്കും ഇതാണ് നമ്മൾ പറയുന്നത് ഓക്കെ സോ കൊബാൾട്ടിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അപ്പോൾ 3d7 4s2 ആണ് ബട്ട് ഇവിടെ വരുന്ന CN മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ലിഗാൻഡാണ് ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ് അപ്പോൾ CN മൈനസ് ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവൻ എന്താ ചെയ്യുക ഇവിടെ നമുക്കറിയാം 4 ആണ് വേണ്ടത് അപ്പോൾ എഗെയിൻ ഒന്നുകിൽ ടെട്രാഹൈഡൽ ഒന്നുകിൽ DsP2 അല്ലെങ്കിൽ sp3d2 പക്ഷേ നമ്മൾ വിചാരിക്കുക 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് ജമ്പ് ചെയ്ത് ഇത് എന്തായിട്ട് മാറും 3d9 ആയിട്ട് മാറും അപ്പോൾ ഡി ഓർബിറ്റൽ അവൈലബിൾ അല്ല അതുകൊണ്ട് sp3 പക്ഷെ അല്ല CN മൈനസ് ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവൻ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും ഹയർ എനർജി ഓർബിറ്റലിലോട്ട് അതായത് ഹയർ എനർജിയിലോട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട് എക്സൈറ്റ് ചെയ്യുന്നുണ്ട് ഹയർ എനർജി ഏതിലോട്ട് പിയിലോട്ട് അതായത് ഇങ്ങനെ വരും നമ്മളുടെ ഡി ഓർബിറ്റൽ യെസ് ലൈക്ക് ദിസ് ഡി എസ് 3p അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8 ഇവിടെ ഉള്ള ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ അവനെ പീക്ക് എന്ത് ചെയ്യും ആക്ച്വലി പീക്ക് ജമ്പ് ചെയ്യും ബാക്കി ഹൈബ്രിഡൈസേഷൻ വരില്ല ഏതാണ് DsP2 ആണ് DsP2 എന്ന് പറഞ്ഞാൽ സ്ക്വയർ പ്ലാനർ ആണ് അപ്പോൾ ഇതൊരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യില്ല വരില്ല ദെൻ അടുത്ത കേസ് നമുക്ക് നോക്കാം CO3NO യെസ് CO3
NO. ദിസ് വിൽ ബി NO പ്ലസ്. അപ്പോൾ ഇത് NO പ്ലസ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ CO എന്തായിരിക്കണം, -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കണം. CO -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ കൂടെ അവിടേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ കൊബാൾട്ട്, ദാറ്റ് മീൻസ് ഫെക്കോ, ദാറ്റ് മീൻസ് 3D8 4s2 3D8 4s2 എന്ന് പറഞ്ഞാൽ D10 കോൺഫിഗറേഷൻ ആണ്. D10 കോൺഫിഗറേഷനിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, അവിടെ ഒന്നും നടക്കൂല. സോ ഒന്നും നടക്കൂല എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ വിൽ ബിക്കംസ് sp3 ആൻഡ് ദ മോളിക്യൂൾ ഈസ് ടെട്രാഹൈഡ്രൽ. ദ മോളിക്യൂൾ ഈസ് ടെട്രാഹൈഡ്രൽ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ, ആൻസർ ആയിട്ടില്ല. നമുക്ക് ഇതെന്തായാലും ടെട്രാഹൈഡ്രൽ ആണ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് അടുത്ത ഓപ്ഷനിലോട്ട് അടക്കാം. XeF4 നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഇത് നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല നമ്മൾ പറഞ്ഞു. ഇനി PCl4 പ്ലസ്, PCl4 പ്ലസ് എന്തെങ്കിലും നോക്കാൻ ആവശ്യമുണ്ടോ? സോ PCl4 എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസിന്റെ വാലൻസിൽ എത്രയുണ്ട്, 5 ഇലക്ട്രോൺ ഉണ്ട്. പക്ഷേ പ്ലസ് ആയതുകൊണ്ട് ഒരു ഇലക്ട്രോൺ പോയിട്ടുണ്ട്. അപ്പോൾ 4 ഇലക്ട്രോൺ, 4 ബോണ്ട് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് എന്തായാലും ടെട്രാഹൈഡ്രൽ ആണ്. സോ അപ്പോൾ അത് കിട്ടി. ദെൻ അഗൈൻ PdCl4 2-, അഗൈൻ കോംപ്ലക്സ് ആണ്, പലേഡിയം ആണ്. പലേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്, നമ്മളുടെ നിക്കൽ പലേഡിയം പ്ലാറ്റിനം. അപ്പോൾ ഇവൻ 4D സീരീസ് ആണ്. 4D സീരീസ് എലമെൻറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, അടുത്ത് സ്പ്ലിറ്റിംഗ് ഐ ആണ്. അപ്പോൾ എപ്പോഴും എല്ലാ ലിഗാൻഡും Cl- പോലെയുള്ള ലിഗാൻഡൊക്കെ എന്തായിട്ട് ആക്ട് ചെയ്യാറുണ്ട്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യാറുണ്ട്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ PdCl4 2- സംബന്ധിച്ച്, PdCl4 2- സംബന്ധിച്ച് എങ്ങനെ വരിക, ദിസ് വിൽ ബി പലേഡിയം, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു പലേഡിയം 2+, പലേഡിയം 2+. നിക്കലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആലോചിക്കും നിങ്ങൾ. നിക്കലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D8 4s2 അല്ലേ. അപ്പോൾ ഇവൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4D8 വരും, 4D8. ബട്ട് ഹിയർ Cl- ആക്ട് ആസ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് സിൻസ് ഇവൻ ഏതാണ്, ഇവൻ 4D സീരീസ് എലമെൻ്റ് ആണ്. അപ്പോൾ 4D സീരീസ് എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ബിക്കംസ് DsP2 ആണെങ്കിൽ ഏതാ ജോമെട്രി വരിക, സ്ക്വയർ പ്ലാനാർ ജോമെട്രി വരും. അപ്പോൾ ഇതും നമ്മളുടെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യില്ല, വരില്ല. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് ഇപ്പോൾ എത്ര ആൾക്കാർ വന്ന്, ഇപ്പോൾ 3 ആൾക്കാർ നമ്മൾ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. ദെൻ അടുത്തത് ICl4- ആണ്. യെസ്, ICl4- നമ്മുടെ ആൻസർ ആയിട്ട് വരുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സോ അയഡിൻ ആണ്. അയഡിൻ്റെ ബാലൻസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, അയഡിൻ്റെ ബാലൻസിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. പക്ഷേ ICl- എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ കൂടെ കൂടി, അപ്പോൾ 8 ഇലക്ട്രോൺ ആയി. അയഡിൻ്റെ ബാലൻസിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. പക്ഷേ 4 ക്ലോറിൻ വന്നു. 4 ക്ലോറിൻ വന്നപ്പോൾ 4 ബോണ്ട് പെയർ, ബാക്കി 4 ഇലക്ട്രോൺ ഉണ്ട്. അതായത് 2 ലോൺ പെയറും വരും. 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും വരുമ്പോൾ ഇതെന്തായാലും ഒരിക്കലും ടെട്രാഹൈഡ്രൽ വരില്ല. ദെൻ CuCN4 3-. യെസ്, അതും കൂടി നമുക്ക് നോക്കാം. CuCN4-, CuCN4 2-. Yes, this will be equal to CuCN4 2- അല്ല 3-. Yes, 3-. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബ്ലി ആരാണ്, നമ്മളുടെ സെൻട്രൽ എലമെൻറ്റ് കോപ്പർ ആണ്. സോ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആദ്യം ഒന്ന് ഫൈൻഡ് ചെയ്യാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു Cn-. അപ്പോൾ -4 ആണ്. -4 അങ്ങോട്ട് വരുമ്പോൾ കോപ്പർ പ്ലസ് ആണ്. സോ കോപ്പർ പ്ലസ് ആകുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D10 വരും. 3D10 4s1 ആണ്. എസ് എന്നൊരു ഇലക്ട്രോൺ പോയി, ഒന്നും നോക്കണ്ട. സോ ഇവിടെ സൈനൈഡ് വന്നിട്ട് ഒരു കാര്യമില്ല, പുറത്തത്തെ 3 ഓർബിറ്റൽസേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ഇവൻ ടെട്രാഹൈഡ്രൽ ആണ്. സോ ടെട്രാഹൈഡ്രൽ. യെസ്, അപ്പോൾ നമുക്ക് എത്ര ആൻസർ ഉണ്ട്, 1 2, ദിസ് വിൽ ബി 1 2 3 4. സോ ദ ആൻസർ ഈസ് 4. Question number 13. An organic compound P having molecular formula C6H6O3. ഓക്കെ, ഇത് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു അരോമാറ്റിക് ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. C6H6O3 അല്ലേ. ഈസ് ഫെറി ക്ലോറൈഡ് ടെസ്റ്റ് ആൻഡ് ഡസ് നോട്ട് ഹാവ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒന്നാമത് ചെയ്യേണ്ടത്. ഇത് C6H6 വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എഴുതി വെക്കാം. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ n×V-2 / 2 + 1. n എന്ന് പറഞ്ഞ ടോട്ടൽ നമ്പറാണ്. അപ്പോൾ C6, അപ്പോൾ ഇവിടെ നമ്മളെ കേസിൽ 6 ആറ്റം, 6 കാർബൺ. ഓക്കെ, V എന്ന് പറഞ്ഞ വാലൻസി ആണ്, 4 - 2. ഓക്കെ, പിന്നെ പ്ലസ് ഹൈഡ്രജൻ ആണെങ്കിൽ 6 ഹൈഡ്രജൻ, ഹൈഡ്രജൻ്റെ വാലൻസി 1 - 2 പ്ലസ് ഓക്സിജൻ ആണെങ്കിൽ 3 ഓക്സിജൻ, ഓക്സിജൻ്റെ വാലൻസി 2 - 2 all divided by 2 + 1 ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതെന്താ കിട്ടുക, 6 ഇറ്റ് ഈസ് ഈക്വൽ ടു 4 - 2 2 × 12, പിന്നെ 1 - 2 -6 അല്ലേ, +1, പിന്നെ 2 - 2 0 ആണ്. അപ്പോൾ ഈ ടേം ഉണ്ടാവില്ല. ഡിവൈഡ് ബൈ 2 അല്ലേ, ഡിവൈഡഡ് ബൈ 2 + 1
അപ്പോൾ എത്ര കിട്ടും? ആൻസർ 3. 6/2 3. 3 + 1 = 4. 4 കിട്ടൂലേ? അപ്പോൾ 4 എന്ന് പറഞ്ഞ സംഭവം ബെൻസീൻ റിംഗ് ഉണ്ട് അതിൻ്റെ മീനിങ് അല്ലേ? ഒരു റിങ്ങും 1 റിംഗ് + 3 ഡബിൾ ബോണ്ട്. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 4 കറക്റ്റാണ്. അപ്പോൾ ഇത് മനസ്സിലായി കഴിഞ്ഞു. നമുക്ക് എന്താണ് നോക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, ശരിക്കും കണ്ടാൽ മനസ്സിലാവും അത് എന്താണ് ബെൻസീൻ റിംഗ് ഉണ്ടെന്ന്. ഗീസ് ഫെറി ക്ലോറൈഡ് ടെസ്റ്റ് ആൻഡ് ഡസ് നോട്ട് ഹാവ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പോൾ പിന്നെ ബെൻസീൻ റിംഗ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കോമ്പൗണ്ട് ഏതാണെന്ന് പറയാൻ പറ്റും. ഇതിൽ C6H6O3 ആണ് അല്ലേ? അപ്പോൾ ഓക്സിജൻ ഉണ്ട് 3, ഒരു OH കൊടുത്ത അല്ലേ? ബെൻസീൻ ഫിനോൾ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഫിനോൾ നമുക്ക് ഇവിടെ OH കൊടുക്കാം. പിന്നെ അതേപോലെ നമുക്ക് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവില്ല. അപ്പോൾ ഈ 1-2 പൊസിഷൻ ഉണ്ടാവില്ല. 1-3 ഓക്കെ ആണ്, നമുക്ക് ഇവിടെയും കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതാണ് കോമ്പൗണ്ട്, റൈറ്റ്. ഇനി നമുക്ക് പറയാൻ പോണത് ഈ കോമ്പൗണ്ട്, ദ കോമ്പൗണ്ട് P, ഇതാണ് കോമ്പൗണ്ട് P, റിയാക്ട്സ് വിത്ത് 3 equivalent NH2OH to produce oxime. ഇത് ഓക്സൈൻ പ്രൊഡ്യൂസ് ചെയ്യുമോ? തീർച്ചയായും പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന് എന്തുണ്ടായിരിക്കും? ഇത് ഈനോൾ ഫോം അല്ലേ? ഇതിന് കീറ്റോ ഫോം ഉണ്ടായിരിക്കും. ഡബിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O. ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ കേസ് ഡബിൾ ബോണ്ട്. ഇതെന്താകും? ഇത് ഈനോളാണ്, ഈ ഭാഗം ഈനോളാണ്, ഇവിടെ ഈനോളാണ്. അങ്ങനെ എന്ത് ചെയ്യും? ഇത് കീറ്റോ ഫോമിലേക്ക് മാറും. ഒരു ട്രൈ ഓക്സോ ആയിട്ടാണ് വരിക അല്ലേ? ഒരു ട്രൈ ഓക്സോ ടൈപ്പിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡബിൾ ബോണ്ട് NH2 അല്ലേ? NHOH ഇവിടെ എന്തുണ്ടാവും? NHOH എന്നിട്ട് എന്ത് ചെയ്യും? NHOH. ഇതാണ് ഓക്സൈൻ. അപ്പോൾ P റിയാക്ട്സ് വിത്ത് ഇതാണ് ടു പ്രൊഡ്യൂസ് ഓക്സൈൻ Q. ദിസ് ഈസ് Q. ഇതാണ് Q എന്ന് പറയുന്ന സംഭവം. ഇനി ചോദിക്കണത് P എക്സസ് മിഥൈൽ, ഇവിടെ വേറെ എന്താ പറഞ്ഞത്? ദ കോമ്പൗണ്ട് P റിയാക്ട്സ് വിത്ത് ഇക്വലന്റ് NH2OH പ്രൊഡ്യൂസ്. ഓക്കെ, ട്രീറ്റ്മെന്റ് ഓഫ് P വിത്ത് എക്സസ് മിഥൈൽ അയോഡൈൻ പ്രസൻസ് ഓഫ് KOH പ്രൊഡ്യൂസ് കോമ്പൗണ്ട് R ആസ് എ മേജർ പ്രോഡക്റ്റ്. റിയാക്ഷൻ R വിത്ത് എക്സസ് ഐസോബ്യൂട്ടൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ഫോളോഡ് ബൈ ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇത് കൊടുക്കാം. ഈ കോമ്പൗണ്ട് ഡബിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O, ഡബിൾ ബോണ്ട് O. ഇത് CH3I, KOH ഉണ്ട്, KOH. ഇത് വളരെ ആക്റ്റീവ് മെഥിലിൻ ഗ്രൂപ്പ് ആണല്ലോ. KOHലെ OH എന്ത് ചെയ്യും? ഇതിന് H എടുത്താൽ എന്തുണ്ടാവും? ഇവിടെ മൈനസ് ഉണ്ടാവും, ഇവിടെ മൈനസ് ഉണ്ടാവും, ഇവിടെ മൈനസ് ഉണ്ടാവും അല്ലേ? ഈ ഗ്രൂപ്പ് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് I പുറത്തേക്ക് പോകും. അപ്പോൾ എന്താ കിട്ടുക നമുക്ക് കിട്ടുന്നത് ഇവിടെ ഡബിൾ ബോണ്ട് O അല്ലേ? എക്സസ് ആണിത് അല്ലേ? എക്സസ്. ഇത് 2 H ഉണ്ടല്ലോ, ഇത് CH2 അല്ലേ? 2 H ഉണ്ട്. 2 H എന്ത് ചെയ്യും? പോയാൽ ഒരു CH3, ഒരു CH3. പിന്നെ ഡബിൾ ബോണ്ട് O, ഇവിടെ ഒരു CH3 അല്ലേ? ഇവിടെയും ഡബിൾ ബോണ്ട് O, ഇവിടെയും CH3 ഇങ്ങനെ ഉണ്ടാവും കോമ്പൗണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ട്? CH3 ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. CH3. ഇതാണ് കോമ്പൗണ്ട്. ഇതാണിപ്പോൾ പറഞ്ഞ R എന്ന് പറഞ്ഞ കോമ്പൗണ്ട്. യെസ്, ദിസ് ഈസ് R. ഇനി ഇതിനെന്ത് ചെയ്യണം? ഇതിനെ റിയാക്ഷൻ ഐസോബ്യൂട്ടൈൽ മെഗ്നീഷ്യം ബ്രോമൈഡുമായി റിയാക്ട് ചെയ്യുക. അതും എക്സസ് ഐസോബ്യൂട്ടൈൽ മെഗ്നീഷ്യം. അപ്പോൾ എന്ത് കിട്ടും? എന്നിട്ട് അതിന് ശേഷം H3O+മായി റിയാക്ട് ചെയ്ത് നമുക്ക് S എന്ന കോമ്പൗണ്ട് കിട്ടും. ആ Sൽ എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതൊരു കീറ്റോ ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കീറ്റോണിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാ CH2 മെഗ്നീഷ്യം ബ്രോമൈഡ്. ഇതാണ് ഇപ്പോൾ ഐസോബ്യൂട്ടൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് കൊടുക്കണം. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്ത് ചെയ്യും? വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഈ CH2- വന്നിട്ട് ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും, ഈ ഓക്സിജൻ കൊണ്ട് പോവും. അതോ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഒരു അഡക്റ്റ് ഉണ്ടാകും അല്ലേ? ഇതിന് ശേഷം എന്ത് ചെയ്യും? പിന്നെ ടെർഷ്യറി ആൽക്കഹോൾ ആകും അല്ലെ? എക്സസ് ആയതുകൊണ്ട് ഈ 3 സ്ഥലങ്ങളിലും
അല്ലേ? ഇവിടെ എന്തുണ്ടാവും? അവിടെ ആൽക്കഹോളായിട്ട് മാറും. കോമ്പൗണ്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇവിടെ നമുക്ക് ഈ 3 സ്ഥലങ്ങളിൽ നമുക്ക് CH3 ഗ്രൂപ്പ് വന്നിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ വന്നിട്ട് ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ഇവിടെ ഈ ഓക്സിജൻ എന്താവും? അത് OH ആയിട്ട് മാറും. പുറത്തേക്ക് ഇങ്ങനെ CH2 ഈ ഗ്രൂപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അവിടെ CH2 ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാം, അല്ലേ? CH2 ഇങ്ങനെ ഇവിടെ ഇതുപോലെ OH, ഇവിടെ CH2 ഇങ്ങനെ കാണിക്കാം, ശരിയല്ലേ? യെസ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ OH കൊടുക്കാം. ഇവിടെ ഇതുപോലെ CH2 ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാവും. ഇനി ഇതിലകത്ത് എത്ര കോമ്പൗണ്ടുകൾ ഉണ്ടെന്നാണ്, അല്ലെ? എത്ര CH3 ഗ്രൂപ്പ് ഉണ്ടെന്നാണ് ചോദിക്കണേ. എത്ര CH3? അപ്പോൾ ഇവിടെ നോക്കിയാൽ 1 2 3 4 5 6, ഇവിടെ 6 കിട്ടി. അതേപോലെ ഇവിടെ CH3 ഉണ്ട്. CH3 ഇവിടെ ഇതുപോലെ 2 വീതം 3 2 6. അപ്പോൾ 6 + 6 12 ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് സംശയിക്കാവുന്നതാണ്. അതായത് നമ്മളെ കോമ്പൗണ്ട് നേരത്തെ പറഞ്ഞ കോമ്പൗണ്ട് ഇതുണ്ടല്ലോ, ഇവിടെ OH ഉണ്ട്, ഇവിടെയും OH ഉണ്ട്, ഇവിടെയും OH ഉണ്ട്. KOH CH3I, അല്ലേ? ഇവിടെ എന്ത് ചെയ്യുന്നു? ഇത് OK എന്നായി മാറുന്നു, അല്ലേ? കാരണം ഇത് അസിഡിക് ആണ്. അപ്പോൾ ബേസുമായി റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ പൊട്ടാസ്യം സോൾട്ട് ഉണ്ടാവുന്നു. ഓക്കെ, അതെന്ത് ചെയ്യുന്നു? ആ O- വന്നിട്ട് ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്ത് ഇവിടെ CH3, അല്ലേ? നമ്മളെ വില്യംസൺ സിന്തസിസ് നടക്കും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ CH3, ഇവിടെയും CH3, ഇവിടെയും CH3. പക്ഷേ ഇത് അതിന് ശേഷമുള്ള ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായി ഇതിന് റിയാക്ഷൻ ഇല്ല. അപ്പോൾ ഇവർ ഇതല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്തില്ല? ഇത്തരം റിയാക്ഷന് പിന്നെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റുമായിട്ടില്ല. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ കീറ്റോ ഫോം തന്നെ കൊണ്ടുപോയാൽ മാത്രമേ എന്തുള്ളൂ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിലേക്ക് എത്താൻ പറ്റൂ. എന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ ഒരു വഴി തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇങ്ങനെ സംശയിക്കാവുന്നതാണ്, ആക്ച്വലി അങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ ഇവിടെ എത്രയാണ്? 12 എന്നാണ് ഇവിടെ ആൻസർ വരിക. ക്ലിയർ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14 15 2 ക്വസ്റ്റ്യൻ ആണ്. 14 15 ക്വസ്റ്റ്യൻ്റെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. 2 ക്വസ്റ്റ്യൻ ഇതാ, 14ഉം 15ഉം ക്വസ്റ്റ്യൻസ്. പാരഗ്രാഫ് ഇങ്ങനെയാണ്. an organic compound P with molecular formula തന്നിട്ടുണ്ട് C9H18O2 decolorises bromine water and also shows positive iodoform test P. P on ozonolysis followed by treatment with H2O2 gives Q and R, while compound Q shows positive iodoform test. Compound R does not give positive iodoform test. അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ C9H18O2 എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് ഏതാണ് എന്ന് കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ നോക്കാവുന്നതാണ്. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഇപ്പോൾ 9 കാർബണിൻ്റെ വാലൻസി N-1, അല്ലേ? V-2 വാലൻസി 4 ആണ് ബൈ -2 പ്ലസ് പ്ലസ് 18 ഹൈഡ്രജൻ 1 - 2 ഹൈഡ്രജൻ, പിന്നെ പ്ലസ് 2 - 2 ഡിവൈഡ് ബൈ 2 പ്ലസ് 1. നിങ്ങൾക്ക് ഏതെങ്കിലും ട്രിക്ക്, അല്ലേ? ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത് σN B-2 ഡിവൈഡ് ബൈ 2 പ്ലസ് 1 എന്ന ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ B എന്ന് പറഞ്ഞാൽ വാലൻസി, N എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആറ്റം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന വേറെ ഏതെങ്കിലും ഇക്വേഷൻസ് സാധാരണ കാണുന്ന നോർമലി നോക്കിയിട്ടുള്ള ഇക്വേഷൻ നോക്കിയാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ 18 ആകും, -18 പ്ലസ് 0 ബൈ 2 പ്ലസ് 1. അപ്പോൾ 1 എന്നാണ് ആൻസർ വരിക. അപ്പോൾ ഒരു അൺസാച്ചുറേഷൻ ഉണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു C ഡബിൾ ബോണ്ട്, ഒരു ഓക്സിജൻ ഉള്ളതുകൊണ്ട് C ഡബിൾ ബോണ്ട് O ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അൺസാച്ചുറേഷൻ അങ്ങനെയാകാം. പക്ഷെ വ്യക്തമായി പറയുന്നുണ്ട് ഇവിടെ ഡീകളറൈസസ് ബ്രോമിൻ വാട്ടർ ആൻഡ് ആൾസോ ഷോ പോസിറ്റീവ്. അപ്പോൾ ബ്രോമിൻ വാട്ടർ ആയിട്ടുള്ള റിയാക്ഷൻ ഏതായിരിക്കും? അപ്പോൾ ഡബിൾ ബോണ്ട് വരുന്ന കേസാണ്. അപ്പോൾ നമ്മളെ കോമ്പൗണ്ട് ഉള്ളത് എന്താണ്? ഡബിൾ ബോണ്ട് ഉണ്ട് നമ്മളെ കോമ്പൗണ്ടിനകത്ത്.
കോമ്പൗണ്ട് കണ്ടെയ്ൻസ് ഡബിൾ ബോണ്ട്. അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ ഡബിൾ ബോണ്ട് എവിടെ വേണം എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് യെസ് പോസിറ്റീവ് അയോഡോഫോം ടെസ്റ്റ് കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പോസിറ്റീവ് അയോഡോഫോം ടെസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 കേസ് ഉണ്ട് പോസിറ്റീവ്. ഒന്ന് CH3 CHOH വരാം, അല്ലെങ്കിൽ CH3CO ഗ്രൂപ്പ് വരാം. ഓക്കെ, ഇവിടെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഡബിൾ ബോണ്ടിൻ്റെ കേസാണുള്ളത്, C ഡബിൾ ബോണ്ടും അല്ല. അപ്പോൾ ഈ കേസാണുള്ളത്. അപ്പോൾ ഒരു ഇതിൽ എന്തുണ്ട്? CH3 CHOH ഉണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് ഈ കോമ്പൗണ്ട് P എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് ഓസോണിസ് നടത്തിയിട്ട് ഫോളോഡ് ബൈ ട്രീറ്റ്മെന്റ് വിത്ത് H2O2 gives Q and R. വൈൽ കോമ്പൗണ്ട് Q അല്ലേ ഷോസ് പോസിറ്റീവ് അയോഡോഫോം ടെസ്റ്റ്, കോമ്പൗണ്ട് R does not give പോസിറ്റീവ് അയോഡോഫോം ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ കോമ്പൗണ്ട് ഒരു അയോഡോഫോം ടെസ്റ്റ് കാണിക്കുമെന്ന് മനസ്സിലായിട്ടുണ്ട്. അവസാനം നമുക്ക് Q and R on oxidation with pyridinium chlorochromate PCC followed by heating gives S and T respectively. Both S and T show positive iodophone test. Complete the copolymerization of പിന്നെ കോപോളിമറൈസേഷൻ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ഏതായിരിക്കും എന്ന് ഭയങ്കര രസകരമായിട്ടൊരു ക്വസ്റ്റ്യൻ ആയി തോന്നുന്നുണ്ട്. റൈറ്റ്, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇതിനകത്ത് നമ്മൾ ചെയ്തു വരികയാണെങ്കിൽ ഞാനിത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ കോമ്പൗണ്ട് നമുക്ക് എത്ര കാർബൺ? 9 കാർബൺസ് ആണുള്ളത് അല്ലേ? 1 2 3 4 5 6 7 8 9 അല്ലേ? 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇതിലൊരു ഭാഗത്ത് നിർബന്ധമായി നമുക്ക് എന്ത് കൊടുക്കാം? OH കൊടുക്കാം. ഇതിൽ എവിടെയോ ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം, എവിടെ ഡബിൾ ബോണ്ട് എവിടെയും വരാം. ഓക്കെ, 2 OH ഗ്രൂപ്പ് ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ടല്ലോ, 2 OH ഗ്രൂപ്പ് എന്തായാലും ഉണ്ട്. രണ്ടാമത്തെ OH ഗ്രൂപ്പ് ചിലപ്പോൾ എവിടെയെങ്കിലും ഇവിടെയോ അല്ലെങ്കിൽ പിന്നെ ഇവിടെയൊക്കെ വരാം. ഓക്കെ, നമുക്കതിനൊരു കാര്യം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറയണമെന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പിന്നെ ഓസോണിസ് നടത്തി നോക്കൂ. ഓസോണിസ് നടത്തിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? O3 ആണ് ഓസോണിസിസ് എന്ന് പറഞ്ഞാൽ. ഓസോണിസ് നടത്തിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഓസോണിസിസ് H2O2 ആണ് അല്ലേ? ഓക്സിഡേറ്റീവ് ഓസോണിസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പോസിറ്റീവ് അയോഡോഫോൺ ടെസ്റ്റ് കിട്ടുന്ന ഒരു ആസിഡ് കിട്ടണം അല്ലേ? ആസിഡിൽ കിട്ടും. ഡബിൾ ബോണ്ട് ആകുമ്പോൾ ഡബിൾ ബോണ്ട് അല്ലേ? അപ്പോൾ നമുക്കിവിടെ തൽക്കാലം ഇവിടെ കൊടുത്തു നോക്കിയാലോ? ഡബിൾ ബോണ്ട് ഇവിടെ ഇങ്ങനെ ഇതിൽ കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? നമുക്ക് കിട്ടുന്നത് ഇവിടെ OH ഉണ്ടാകും. പിന്നെ ഇവിടെ ഇതിലെന്തുണ്ടാകും? ഡബിൾ ബോണ്ട് ഇവിടെ ഇവിടെ ബ്രേക്ക് ആകും അല്ലേ? എന്നിട്ട് ഇവിടെ COOH ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ OH കൊടുത്തു നോക്കാം തൽക്കാലം കേട്ടോ. ഞാൻ ജസ്റ്റ് പറയാണ്, ഇവിടെ OH കൊടുത്തു നോക്കിയാൽ നമുക്ക് ഇപ്പുറത്ത് എന്ത് കിട്ടും? പ്ലസ് അല്ലേ? ഇതേതാ കോമ്പൗണ്ട്? ഇതാണ് Q. ഇതാണ് Q. ഇപ്പുറത്ത് നോക്കിയാൽ ഡബിൾ ബോണ്ട് യെസ്, ഇവിടെ COOH 1 2 3 4 5. ഇവിടെ COOH COOH 5 കാരണം പറ്റുള്ളൂ. ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇവിടെ OH ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ ആക്ച്വലി OH എവിടെയുള്ളത്. നിങ്ങൾക്ക് എവിടെയാണോ ഇവിടെയാണോന്നൊന്ന് അറിഞ്ഞൂടാ. ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ട്. ഓക്കെ, തൽക്കാലം ഇത് ഇവിടെയാണ്, ഇവിടെയല്ല, തൽക്കാലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതെന്താണ്. ഇത് മാറ്റി വരക്കണ്ട കേട്ടോ. Q, പിന്നെ ഏതാണ് ഇത്? R, QR. ഈ കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കോമ്പൗണ്ടിനെ റിയാക്ഷൻ നടത്താൻ വിടുകയാണ്. ഇതിൽ PCCയുമായി റിയാക്ട് ചെയ്യിക്കണം. രണ്ടിനെയും PCCയുമായി റിയാക്ട് ചെയ്യിക്കണം. അപ്പോൾ PCCയുമായി റിയാക്ട് എന്ത് കിട്ടും നമുക്ക്? നമുക്കറിയാം OH ഇവിടെ ഉണ്ട്. ഇവിടെ എന്താകും? PCC എന്ന് പറഞ്ഞാൽ COOHനെ അല്ലേ
പിരിഡിനിയം ക്ലോറോ ക്രോമേറ്റ് ആണ് ആക്ച്വലി PCC എന്ന് പറഞ്ഞാൽ അല്ലേ. പിരിഡിനിയം ക്ലോറോ ക്രോമേറ്റ് ആണ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താകും ഇത് OH എന്നുള്ളത് ഓക്സിഡേഷൻ നടക്കുമ്പോൾ C+O എന്നിട്ട് മാറും. ഇവിടെ COOH. ഇവിടെ ഇതുപോലെ എന്തുണ്ടാവും, ഇവിടെ COOH, പിന്നെ ഇവിടെ O, പിന്നെ ഇങ്ങനെ ഉണ്ടാകും അല്ലേ. യെസ്, അതായത് ഈ സെക്കൻഡറി ആയിട്ടുള്ള ആൽക്കഹോളിനെ എന്താക്കി മാറ്റാണ് ചെയ്യുക, കീറ്റോൺ ആക്കി മാറ്റാണ് ചെയ്യുക ഇല്ലല്ലേ. PCC ചെയ്യൂലേ. യെസ്, അപ്പോൾ അത് കിട്ടുന്നു. എന്നിട്ട് പിന്നെ അതിനെ ഹീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഹീറ്റ് ചെയ്താൽ, അപ്പോൾ ഹീറ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടും. ഞാൻ ഇവിടെ ഹീറ്റ് ചെയ്യാം അതിനെ. കോമ്പൗണ്ട് ഓക്കെ, ഇതിനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ ബീറ്റ കീറ്റോ ആസിഡ്സ് എന്ത് ചെയ്യും, COH പോയിട്ട് O. ഇവിടെ നിന്നുണ്ടാവും ഈ COH എന്ത് ചെയ്യും, പോവും. CO2 പുറത്തേക്ക് പോകും. ഓക്കെ, ഇത് ബീറ്റ അല്ല, ഇത് ആൽഫയാണ്. അപ്പോൾ ഇതിനെ ബീറ്റ ആക്കി മാറ്റിയാൽ എന്ത് ചെയ്യും, അവിടുന്ന് എന്ത് ചെയ്യും, COH പോവും. എന്നിട്ട് കിട്ടുന്നത് രണ്ടും പോസിറ്റീവ് ഐഡോഫോൺ ടെസ്റ്റ് കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ഐഡോഫോൺ ടെസ്റ്റ് കാണിക്കും. ഇത് ഓക്കെയാണ്, പോസിറ്റീവാണ്, ഇത് ക്ലിയർ ആണ്. ഇനി ഇവിടെ ഈ ഡബിൾ ബോണ്ട് ഞാൻ ഇപ്പുറത്തായിരുന്നെങ്കിൽ, അതായത് OH നിൽക്കുന്നത് ഇവിടെ ആയിരുന്നെങ്കിൽ അല്ലേ, അപ്പോൾ ഞാനിവിടെ OH ഇവിടെ കൊടുക്കാം. എന്തായിരിക്കും സംഭവിക്കുക, ബീറ്റ കീറ്റോ ആസിഡാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, COH പോയാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഇങ്ങനെ OH കിട്ടും അല്ലേ. OH അല്ല, സോറി, ഇത് ഡബിൾ ബോണ്ട് O ആണ്. ഡബിൾ ബോണ്ട് O, ഇവിടെ എന്തുണ്ടാവും, ഡബിൾ ബോണ്ട് O എന്നാകും. ഈ ഡബിൾ ബോണ്ട് O കിട്ടാൻ മാത്രം പോരാ, ഈ കോമ്പൗണ്ട് എന്തായിരിക്കണം, ഈ കോമ്പൗണ്ട് നിർബന്ധമായും പോസിറ്റീവ് ഐഡോഫോൺ ടെസ്റ്റ് കാണിക്കണം. കാണിക്കുന്നുണ്ടോ, കാണിക്കും. കാരണം എന്താ, COCH3 ഉണ്ട്, ഇവിടെ എന്തുണ്ട്, COCH3 ഉണ്ട് ശരിയല്ലേ. രണ്ടും എന്താണ്, പോസിറ്റീവ്. അപ്പോൾ ആൻസർ ആക്ച്വലി ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഈ OH അല്ല ഇവിടെ അല്ലേ. OHൻ്റെ പൊസിഷനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് OH വരിക. OH വരുന്നത് ഇപ്പുറത്താണ്. മനസ്സിലാവുണ്ടോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഇവിടെ OH ഇവിടെ വന്നാൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, നടക്കും. അപ്പോൾ ഇതാണ് നമ്മളെ കോമ്പൗണ്ട്. ഇതിൽ എന്തുണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. യെസ്, രണ്ട് OH ഗ്രൂപ്പ് ഉണ്ട്. ഇതിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 1 ആണ്. ഈ പറഞ്ഞ എല്ലാം എന്ത് ചെയ്യും, നടക്കും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ സം ഓഫ് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഇൻ S and T അല്ലേ. ഏതാണ് എസും ഏതാണ് ടിയും അല്ലേ. എസ് എന്ന് പറഞ്ഞാൽ ഏതാ കോമ്പൗണ്ട്, PQR അല്ലേ. എസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ കോമ്പൗണ്ട്, ദിസ് ഇസ് എസ്. അതെ, ഇതാണ് എസ്, ഇതാണ് ടി അല്ലേ. നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ചോദിക്കണേ. ഓക്സിജൻ ആറ്റം S and T, ഇതിൽ ഒരു ഓക്സിജൻ, ഇതിലും ഒരു ഓക്സിജൻ. 1 + 1 is equal to 2 കിട്ടി. ഇത് ന്യൂമറിക്കൽ വയലോട്ടോ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന് ദ മോളിക്കുലാർ വെയിറ്റ് ഓഫ് U. യുവിൻ്റെ മോളിക്കുലാർ, അപ്പോൾ U എന്താണെന്ന് നോക്കണം അല്ലേ. U എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് കോപോളിമറൈസേഷൻ ഓഫ് 500 moles ഓഫ് Q ആൻഡ് 500 moles ഓഫ് R. QR അതെ, QR, ഇതാണ് Q, ഇത് Q ആണ്. ദിസ് ഈസ് Q ആൻഡ് ദിസ് ഈസ് R. അതിന് കോപോളിമറൈസേഷൻ നടത്താൻ, അപ്പോൾ ഇത് കോമ്പൗണ്ട് ഏതാണ്, 1 2 3 4 അല്ലേ. അപ്പോൾ ഇത് 1 2 3 ഹൈഡ്രോക്സി ഹൈഡ്രോക്സി ആണ്. ഇവിടെ ആണെങ്കിലോ ഇത് 1 2 3, ഇത് 3 ഹൈഡ്രോക്സി ബ്യൂട്ടറിക് ആസിഡും ഇത് 3 ഹൈഡ്രോക്സി വലറിക് ആസിഡും ആണ്. എന്ന് പറഞ്ഞാൽ ഇത് പെൻറ്റനോയിക്കും ഇത് ബ്യൂട്ടനോയിക്കും ആയിട്ടുള്ള ആസിഡാണ്. രണ്ടും 3 ഹൈഡ്രോക്സി തന്നെ. അവ തമ്മിൽ റിയാക്ഷൻ നടക്കുമോ, റിയാക്ഷൻ നടക്കും അല്ലേ. നമുക്ക് ജസ്റ്റ് എഴുതി വെക്കാവുന്നതാണ്. COOH അല്ലേ. ഇവിടെ എന്തുണ്ടാകും, 1 2 3
1 2 3 ഇവിടെ OH. ഓക്കെ, പ്ലസ് ഇവിടെ ഇതിനകത്ത് OH COOH 1 2 3 അല്ലേ. ഇത് കോപോളിമറേഷൻ നടക്കുന്ന പറഞ്ഞത്. കോപോളിമറേഷൻ നടക്കൂലേ? കോപോളിമറേഷൻ പറഞ്ഞാൽ രണ്ട് എന്ത് ചെയ്യാൻ, ഹോമോപോളിമേഴ്സ് ഉണ്ട്, കോപോളിമേഴ്സ് ഉണ്ട്. ഹോമോപോളിമർ സെയിം മോണോമേഴ്സ്, ഇത് ഡിഫറെൻറ്റ് മോണോമേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ സംഭവിക്കണം എന്ന് വെച്ചാൽ ഇത് തമ്മിൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക നോക്കാം. യെസ്, ഇവിടുത്തെ ഈ OH അല്ലെ ഇപ്പുറത്തെ COOHുമായിട്ട് അടുത്തിൻ്റെ CHുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് കിട്ടും നമുക്ക്? ഇവിടെ ഓക്സിജൻ ഉണ്ടായിരിക്കും, ഓക്സിജൻ. അവിടെ CH, അത് CH ആണ്. അവിടെ CH3 ഉണ്ട്, പിന്നെ CH2, പിന്നെ ഇവിടെ എഴുതാം. ഓക്കെ, CH3 CH2 ഉണ്ട്, പിന്നെ CO അല്ലേ, COO. ഇതിൽ ഈ COOHും ഇവിടുത്തെ OH കൂടെ H2 പോകും, എസ്റ്റർ ഉണ്ടാവുകയാണ് ചെയ്യാം. പിന്നെ ബാക്കി ഇവിടെ CH, ഇവിടെ CH2 CH3 അല്ലേ, രണ്ട്. പിന്നെ വീണ്ടും CH2, പിന്നെ വീണ്ടും CO, ഇങ്ങനെ ഇതുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഒരു നിങ്ങൾ പോളിമേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. PHPV എന്ന് പറയുന്ന പോളിമർ കണ്ടിട്ടുണ്ടോ? അല്ലേ, പോളി ഹൈഡ്രോക്സി ബ്യൂട്ടറോയിക് ആൻഡ് പോളി ഹൈഡ്രോക്സി വലറിക് ആസിഡ് അല്ലേ. ബ്യൂട്ടിറിക് ആസിഡും വലറിക് ആസിഡും അല്ലേ, അത് വെച്ചിട്ടുള്ള അതാണ് സംഭവം, അവിടെ ഉദ്ദേശം അതാണ്. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് U, ദിസ് ഈസ് U. ഇതിൻ്റെ മോളിക്കുലർ വെയിറ്റ് എത്ര വേണമെന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് H2O പോയല്ലേ ചെയ്യണത്. ഇത് 500, ഇത് 500 അല്ലേ, അപ്പോൾ ഇതുണ്ടാവും, ഇതും 500 ഉണ്ടാവും അല്ലേ. യെസ്, അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ മോളിക്കുലർ വെയിറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ദ മോളിക്കുലർ വെയിറ്റ് ഓഫ് U എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഞാൻ ചെയ്ത് വെച്ചത് 104 ആയിട്ടോ കേട്ടോ. ഇത് 104, ഇത് കിട്ടുന്നത് 118 ആണ്. ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ, 118. അപ്പോൾ 500 × 104 പ്ലസ് 500 × 118 മൈനസ് എന്ത് മൈനസ് വേണം, H2 എന്ന് പറഞ്ഞാൽ 18 അല്ലേ, 18 × എന്തുണ്ടാവില്ല, H2 എത്ര പോകും, 500 ഉണ്ടാവില്ല, ഒന്ന് കുറവായിരിക്കുമല്ലോ. അപ്പോൾ 449 അല്ലേ, ഒന്ന് കുറവായിരിക്കും അല്ലേ, 500 ഉണ്ടാവില്ല. H ഇടയിലുണ്ടാവും 449 പോകുള്ളൂ, 500 ഉണ്ടാവില്ല അല്ലേ, എൻ്റെ ഉള്ളിലായതുകൊണ്ട് ആ വാല്യൂ എത്ര നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് ഏകദേശം 52000 59000, പിന്നെ കുറക്കണം 8982. ടോട്ടൽ വാല്യൂ 102018 എന്നാണ്. അത്രയും ഗ്രാം ഉണ്ടായിരിക്കും. അപ്പോൾ ആൻസർ 102018 ഗ്രാമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കോപോളിമറിൽ വളരെ ഫേമസ് ആയ കോപോളിമറാണ്. നിങ്ങൾ പോളിമേഴ്സിൻ്റെ പഴയ പോളിമേഴ്സിൻ്റെ ഡിലീറ്റഡ് ടോപ്പിക് ആണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഉണ്ടാകും. അപ്പോൾ അത് ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. വെൻ പൊട്ടാഷ്യം അയോഡൈഡ് ഈസ് ആഡഡ് ടു ആൻ aqueous solution of potassium ferricyanide, a reversible reaction is observed in which complex P is formed.
In a strong acidic medium, the equilibrium shift completely towards P. Addition of zinc chloride to P in a slightly acidic medium result in a sparingly soluble complex Q. So the number of moles of potassium iodide required to produce 2 moles of P is okay. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യന് ഈ പീനെ കണ്ടുപിടിക്കലാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും ക്യൂവിൻ്റെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ. ഓക്കെ, ദെൻ അവിടെ നമുക്ക് പോവാം. അപ്പോൾ പൊട്ടാഷ്യം അയഡൈഡ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ പൊട്ടാഷ്യം അയഡൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KI അല്ലേ. സോ ഈ KI ആരറ്റ റിയാക്ട് ചെയ്യണത് അക്വ സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം ഫെറി സയനൈഡ്. അപ്പോൾ ഫെറി സയനൈഡ് എന്ന് പറഞ്ഞാൽ ഫെറിയാണ്. ഫെറി എന്ന് പറഞ്ഞാൽ Fe3+ ആയിരിക്കും. അപ്പോൾ FeCN6 ഇത് 3+ ആണെങ്കിൽ ഇവിടെ ടോട്ടൽ 3- വരും. അപ്പോൾ നമുക്കതിനെ K3FeCN6 എന്ന് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവൻ പൊട്ടാഷ്യം ഫെറി സയനൈഡിനായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്നാണ്. സോ അപ്പോൾ ഒബിയസ്ലി ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആയിരിക്കും. ഇവിടെ അയഡിൻ -1 ഇവിടെ അയൺ എത്രയിലാണ് +3 അപ്പോൾ അയഡിൻ -1 നിന്ന് 0ക്ക് പോകും. ദാറ്റ് മീൻസ് ഇറ്റ് ഫോംസ് I2. ദെൻ അയൺ അപ്പോൾ ഈ അയഡിൻ ഓക്സിഡേഷൻ ആണെങ്കിൽ അയൺ എന്ത് നടക്കണം, റിഡക്ഷൻ നടക്കണം. ദാറ്റ് മീൻസ് Fe2+ ഉണ്ടാവണം. Fe2+ ഉണ്ടാവണമെങ്കിൽ ഇറ്റ് ബിക്കംസ് FeCN6. അപ്പോൾ ഇത് 4- ആവും. അപ്പോൾ ഇത് K4FeCN6 ഉണ്ടാവും. ഇനി ഇതിനെ ബാലൻസ് ചെയ്താൽ മതി. ഇവിടെ I2 ആയതുകൊണ്ട് തന്നെ 2 അയഡിൻ. സോ ദെൻ 2 അയഡിൻ, ഇവിടെ 4 പൊട്ടാഷ്യം, ഇവിടെ 5 പൊട്ടാഷ്യം. സോ 2 K3FeCN6 അപ്പോൾ 6 8 ആയി. അപ്പോൾ ഇവിടെ 2 K4FeCN6. ഓക്കെ, ദെൻ എന്താ പറഞ്ഞിട്ടുള്ളത് 2 moles ഓഫ് പൊട്ടാഷ്യം അയഡൈഡ് ഫോം ചെയ്യും. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് റിഡോക്സിൻ്റെ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, വളരെ എളുപ്പം കിട്ടും. ദെൻ സെക്കൻഡ് റിയാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റിൽ ഈ P കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ P നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ദെൻ P കിട്ടി. ഇനി എന്താ ഇവിടെ കിട്ടേണ്ടത്, ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് പൊട്ടാഷ്യം അയഡൈഡ് ടു പ്രൊഡ്യൂസ് 2 moles of P. ഇത് ബാലൻസ്ഡ് റിയാക്ഷൻ അല്ലേ. 2 മോൾ P കിട്ടാൻ ഞാൻ 2 മോൾ പൊട്ടാഷ്യം അയഡൈഡ് എടുത്താൽ പോരെ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. സോറി, ആൻസർ ഈസ് 2. അപ്പോൾ ആൻസർ 2 ആണ്. ആ ആൻസർ നമുക്ക് കിട്ടി. ഇനി ഇതിന് നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് പോയി നോക്കാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ എന്താ പറഞ്ഞത് നോക്കാം. വെൻ പൊട്ടാഷ്യം അയഡൈഡ് ഈസ് ആഡഡ് ടു ആൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു, നമ്മൾ പൊട്ടാഷ്യം അയഡൈഡ് ആരായിട്ട് റിയാക്ട് ചെയ്യുന്നു, K3FeCN6 റിയാക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു പ്രൊഡക്റ്റ് ആയിട്ട്, I2 + K4FeCN6 പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ദിസ് വിൽ ബിക്കംസ് 2 ആൻഡ് ദിസ് വിൽ ബിക്കംസ് 2. യെസ്, ഇതല്ല നമ്മുടെ റിയാക്ഷൻ. യെസ്, 2KI 2:2 ദെൻ 1:2. ഓക്കെ, ദെൻ ഇനി അടുത്തത് ഈ P എന്ന് പറയുന്ന ആള് ഇവിടേക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ സിങ്ക് ക്ലോറൈഡ് ആഡ് ചെയ്യണം, ZnCl2 ആഡ് ചെയ്യണം. അപ്പോൾ സിങ്ക് ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ ഈ റിയാക്ഷൻ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, സോ അങ്ങനെ നിങ്ങൾ സിങ്ക് ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്പാരിംഗ്ലി സോലുബിൾ കോംപ്ലക്സ് ഉണ്ടാകുന്നുണ്ട്. സോ അപ്പോൾ ഒരു സിങ്ക് കണ്ടെയ്നിങ് സ്പാരിംഗ്ലി സോലുബിൾ കോംപ്ലക്സ്. അപ്പോൾ ഇത് കുറച്ച് എന്താണ്, കുറച്ച് ഔട്ടാണ്. കാരണം ഈ റിയാക്ഷൻ നമ്മൾ NCERT ബേസ് ചെയ്ത് പഠിക്കുന്നില്ല. സോ പ്രോബ്ലി നമ്മൾ ഇനോർഗാനിക്കിൽ കുറച്ച് എന്താ പറയുക ഒന്ന് ആലോചിച്ച് കിട്ടേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ബട്ട് എന്നിരുന്നാലും നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാവുകയാണെങ്കിൽ, ഒരു സ്പാരിംഗ്ലി സോലുബിൾ കോംപ്ലക്സ് അസിഡിക് മീഡിയത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പ്രോബബ്ലി ഇവിടെ സിങ്ക് റീപ്ലേസ് ചെയ്ത് ഇവിടെ KCl എന്തുണ്ടാവും, പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാവും, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് KCl ഉണ്ടാവും. ദെൻ സിങ്കിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഓക്കെ, മൊത്തം ഇവിടെ 8 പൊട്ടാഷ്യം ഉണ്ട്. അപ്പോൾ 8 പൊട്ടാഷ്യം 6 പൊട്ടാഷ്യം ഓക്കെ 2 സിങ്ക് 2+ ആണ്. അപ്പോൾ സിങ്ക് 2+ Zn3 ഇറ്റ്സ് ബിക്കംസ് Zn3 K2Zn3 ആൻഡ് FeCN6 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഉണ്ടാവുക. ഇത് ബാലൻസ്ഡ് അല്ലേ എന്ന് നോക്കിക്കേ. 2 പൊട്ടാഷ്യം ദെൻ ഇവിടെ ടോട്ടൽ അപ്പോൾ 6 പൊട്ടാഷ്യം ഇവിടെ കൊടുത്തു. ഓക്കെ, 6 പൊട്ടാഷ്യം. അപ്പം ടോട്ടലി ഇവിടെ 2 + 6 8 പൊട്ടാഷ്യമായി. 8 പൊട്ടാഷ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ പ്രോബ്ലി 3 ZnCl2 വേണ്ടി വരും. 3 ZnCl2 3 ക്ലോറിൻ. ഓക്കെയാ, സോ നമുക്ക് ഇവനാണ് നമ്മുടെ സ്പാരിംഗ്ലി സോലുബിൾ എന്ത് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ K2Zn3 FeCN6 ആണ് സ്പാരിംഗ്ലി സോലുബിൾ കോംപ്ലക്സ്. അപ്പോൾ ഈ കോംപ്ലക്സിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് സിങ്ക് അയൺ പ്രസൻറ്റ് ഇൻ ദ മോളിക്കുലർ ഫോർമുല ഓഫ് Q ഈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ Q. ഈ Qയിൽ എത്ര സിങ്ക് ഉണ്ട് എന്നാണ്. Qയിൽ എത്ര സിങ്ക് ഉണ്ട്, 3 സിങ്ക് ഉണ്ട്. ഓക്കെ, സോ ഇത് കുറച്ച് ഔട്ടാണ്. ബട്ട് എന്നിരുന്നാലും കുറച്ച് നമ്മൾ ഹൈ ലെവലിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റിയാക്ഷനിൽ കടന്നിട്ടുണ്ട്. ബട്ട് അത് മാത്രമാണ് ഒരു എന്താ പറയുക കുറച്ചും കൂടി ഒരു നമ്മളൊരു ഇനോർഗാനിക്കിൽ പൊതുവേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ അഡ്വാൻസിന് കാണാറുണ്ട്. ബട്ട് എന്നിരുന്നാലും നമ്മളിതിൽ ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് മാർക്ക് അടിക്കണം എന്നില്ലല്ലോ, മാക്സിമം ക്വസ്റ്റ്യൻസ് അടിക്കുക എന്നുള്ളതാണ്. സോ എനിവേ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ എനിവേ ഓൾ ദ ബെസ്റ്റ്.